We are back with a new session, new webinar session on. It's actually 15th webinar session. So I kindly request everyone to mute your system. And today it's a very peculiar topic. It's on insulation. And the presenter is Mr. Engineer Haridas. He has a wide experience in various power plants in KCB. He is now working as a assistant engineer. I will request him to introduce himself. Haridas, are you here? Can you hear? Yes, Shine. Yeah, can you just briefly introduce yourself? Yes. ഞാൻ ഹരിദാസ്. ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ഇപ്പോൾ നിലവില് നമ്മുടെ മൂലമറ്റത്താണ് വർക്ക് ചെയ്യുന്നത്. എക്വിപ്മെന്റ് മോണിറ്ററിംഗ് സബ് ഡിവിഷനിലാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു റീജിയൻ എന്ന് പറയുന്നത് പവർ സ്റ്റേഷൻസിലെയും നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി. കാലമായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിന് മുൻപ് ഞാൻ മൂലമറ്റം പവർ സ്റ്റേഷനിലെ മെയിൻ്റനൻസിലെ ആരെങ്കിലും അതർ കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഹരിദാസിന്റെ വീഡിയോ ഓണല്ലേ? ഇല്ല, വീഡിയോ മാത്രം. സാർ, അതായത് നെറ്റ്വർക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. ജസ്റ്റ് ഒരു കാര്യം കൂടിയും സൂചിപ്പിക്കുന്നു. ഈ വരുന്ന വെനസ്ഡേ, നമ്മളത് സൂപ്പർ വെനസ്ഡേ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു സീനിയർ എഞ്ചിനീയർ മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, എഞ്ചിനീയർ PA ജോണി സാർ. അപ്പൊ ജോണി സാറിന് അടുത്ത സെഷൻ ജോണി സാറാണ് എടുക്കുന്നത്. ഓൺ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന്റെ സ്റ്റഡിയാണ്. അപ്പം ഐ റിക്വസ്റ്റ് എവ്രി വൺ ടു രജിസ്റ്റർ ഇൻ അവർ സിസ്കോ വെബെക്സ് മീറ്റിംഗ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ലിങ്ക് അയക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കൈൻഡ്ലി റിക്വസ്റ്റ് എവ്രി വൺ ടു രജിസ്റ്റർ. നമ്മൾ അതിന്റെ ഫോം ഒക്കെ വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടാൻ സാധിക്കും. ഇനി മുതൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ കൈൻഡ്ലി ബെയർ വിത്ത് us. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോന്റെ സപ്പോർട്ട് കുറച്ച് കുറവായിരിക്കും, അതുകൊണ്ടാണ്. താങ്ക് യു. So we'll wait for others to join. 7:30 at sharp 7:30 we'll begin the session. എല്ലാവരും ഒന്ന് വീഡിയോ സ്ട്രീമിംഗ് ഒഴിവാക്കി നന്നായിരുന്നു. താങ്ക് യു സർ. ജോബ് സാർ ഉണ്ടല്ലോ അല്ലേ? സാറേ, നമുക്ക് 7:00 തന്നെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? 7:00 സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞാൽ മതി, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആർക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ആർ റെക്കോർഡിംഗ് ദി സെഷൻ ഓൾസോ. So you will, in case if there is any break, don't worry. You will get the streamed version. Thank you once again to everyone. Kindly mute your system and it's Haridas, you can start. Thank you. Thank you, Shine. നമ്മുടെ എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ വെബിനാർ സീരീസിലെ വെബിനാറാണ് ഇന്നിപ്പോ ഞാൻ ഈ സെഷനിൽ വരുന്നത്.
എൻ്റെ ടോപ്പിക്ക് ഇൻസുലേഷൻ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് വളരെ ആരാധ്യരായവരും വളരെ ഗുരുതുല്യരായവരും ഒക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നമ്മളുടെ എനിക്ക് ഉറപ്പാണ് 90% ആളുകൾക്കും ഇതൊരു റിഫ്രഷർ കോഴ്സ് ആയിരിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുന്നു. അത് കൂടാതെ ഒരു ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റി എങ്ങനെ ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം, ഒരു ടെസ്റ്റിംഗ് മെത്തേഡ്, അതായത് ഒരു ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റി നമുക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്ത ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് നമ്മളുടെ കയ്യിലെല്ലാം ഉള്ള ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റിംഗ് മെത്തേഡ്. അത് സാധാരണഗതിയിൽ നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് കൂടി ഞാനൊന്ന് കുറച്ചു പേർക്ക് അറിയാമായിരിക്കും, അതും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സെഷന്റെ പോക്ക് ഇങ്ങനെയായിരിക്കും. ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് മാത്രം ഇൻസുലേഷൻ എന്താണ്, ഇൻസുലേഷന് വേണ്ട പ്രോപ്പർട്ടീസ് എന്താണ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പറയും. അതിനുശേഷം നമ്മൾ KSEB-യിൽ ഞാൻ ഒരു എക്യുപ്മെന്റ് ആയിട്ട് എടുത്തിട്ടല്ല ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബേസിക്കലി ക്ലാസ് അല്ല, ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഇൻസുലേഷനെയാണ് നമ്മൾ കാണുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനറലി കാണുന്നതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മൾ എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഏത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന്റെ ഇൻസുലേഷനെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഈ ബേസിക് തോട്ട് ഉണ്ടായാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ DC വോൾട്ടേജ് ടെസ്റ്റിങ് എന്തൊക്കെയാണ് വരുന്നത്, അതിൽ AC വോൾട്ടേജ് ടെസ്റ്റിങ് എന്തൊക്കെയാണ് വരുന്നത്, അത് കൂടാതെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റി അവർക്ക് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവരുടെ R&D വിഭാഗം സംഭാവന ചെയ്ത ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഷൈൻ പറഞ്ഞിരുന്നു, അതായത് എപ്പോഴും ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല. അപ്പോ എപ്പോഴും ഞാൻ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന കേസ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ഇടയ്ക്ക് പോൾ ചെയ്യാനായിട്ട്, ഒരു ക്വസ്റ്റ്യൻ പോൾ ചെയ്ത് തരാനായിട്ട്, അതിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് വച്ചിരിക്കുന്ന ടൈം അപ്പൊ 1 മിനിറ്റ് കൊണ്ട് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാക്കാം എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ പോളിൽ വളരെ ലളിതമായ 1-2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് വരുന്നു. അപ്പൊ ഞാനൊരു പോള് ചെയ്തുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഞാൻ എൻ്റെ ആദ്യത്തെ പോളിലേക്ക് പോകുന്നു. എല്ലാവർക്കും ഈ പോള് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പോളിംഗ് വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഷൈൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കാണാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ സാധിക്കേണ്ടതാണ്. ആരും കാണാത്തുണ്ടാവില്ല. ഹരിദാസ് സ്റ്റാർട്ട് ചെയ്തോ? കുഴപ്പമില്ല, ഓപ്പൺ പോൾ കൊടുത്തോളൂ. പോള് സ്റ്റാർട്ട് ചെയ്യാണ്. പോള് നിങ്ങളുടെ റെസ്പോൺസസ് ഇതിലിടുക. ഇതുവരെ ആൻസർ ഇല്ല, 1 മിനിറ്റേ ഉള്ളൂ. പോള് പ്രോഗ്രസ്സിലാണ്. ഷൈന അത് എങ്ങനെ എടുക്കുന്നത്? മോർ ഓപ്ഷനിൽ മേളില് പോളിംഗ് കാണാൻ പറ്റും. ചോദ്യം വന്നിട്ടുണ്ട്. ചോദ്യം വാട്ട് ആർ ദ ലീസ്റ്റ് കോമ്പണൻസ് കാണാൻ പറ്റുന്നുണ്ടെന്നായിരിക്കും എല്ലാവർക്കും. ഞാൻ ചോദ്യം വായിക്കാം. വാട്ട് ആർ ദ ലീസ്റ്റ് കമ്പൽസറി കോമ്പണൻസ് ടു മേക്ക് ആൻ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്? നമ്മളെ പോളിംഗിൽ ക്ലിക്ക് ചെയ്യണോ? ക്ലിക്ക് ചെയ്താൽ പോള് കിട്ടിയില്ല, പോളിംഗ് മാത്രമേ കണ്ടുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്യണോ? അതെ.
പോളിംഗിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ? അതെ. പക്ഷെ അത് ക്ലോസ് പോളിംഗ് എന്നുള്ള ഓപ്ഷൻ ആണല്ലോ കാണിക്കുന്നത്. ആരായിരുന്നു പേരൊന്ന് പറയോ? നദീറാണോ? ആ ഇതുവരെ പോള് ക്ലോസ് ആയിട്ടില്ല. ഇപ്പോഴാ ഒരു 5 സെക്കൻഡ് കൂടി ഉണ്ട്. കുഴപ്പമില്ല നദീർക്ക. ജസ്റ്റ് സ്റ്റാർട്ടഡ് ദിസ് പ്രോഗ്രാം. ജോർജ് വി ജെയിംസ് സാർ പറയുന്നുണ്ട് പോൾ ഓക്കെ ആയിട്ടുണ്ട്. താങ്ക് യു ജോർജ് സാർ. വന്നുണ്ട്. ഓക്കെ. അപ്പോ ഹരി ക്യാൻ യു പ്രൊസീഡ്? യെസ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് പോള് കഴിഞ്ഞു. അപ്പോ ഇതിനകത്ത് കിട്ടിയ ആൻസർ കൂടുതൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ഷൈൻ തന്നെ പറയണം. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ആൻസർ എത്രയാണ്, ഏതാണ് എന്നുള്ളത്. കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. സോറി നോ ആൻസറും ഉണ്ട്. 25 പേര് ആൻസർ ചെയ്തിട്ടില്ല. 13 പേര് കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എല്ലാവരും തന്നെ കൂടുതൽ ആളുകൾ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ആണ് അതിന്റെ ആൻസർ. അപ്പോ അതിലെ കണ്ടക്ടർ എന്ന് പറയുന്ന പാർട്ട് ഒഴിവാക്കി ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ടിനെ പറ്റി മാത്രമാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പല ടെസ്റ്റിങ്ങുകളെ പറ്റിയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്താണെന്ന് നോക്കിയാൽ, insulation is basically intended to prevent formation of an electrical contact. അതായത് രണ്ട് ഡിഫറെന്റ് പൊട്ടൻഷ്യൽ പോയിന്റ്സ് തമ്മിലുള്ള ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ബേസിക് ഇൻസുലേഷൻ എന്നോ, അല്ലെങ്കിൽ അതാണ് ഇൻസുലേഷന്റെ പർപ്പസ്. ഇത് സാധിക്കുന്നത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സാധിക്കുന്നത്. പ്രോപ്പർട്ടീസിലേക്ക് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഹെറന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ കണ്ടക്ഷൻ നോർമൽ കേസിൽ ഈ കറണ്ട് ത്രൂ അത് ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഈ മെറ്റീരിയലിലൂടെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഇൻസുലേറ്റർ ഓഡിയോ കിട്ടുന്നില്ല. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാമോ? യെസ്, ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പോ insulator is used in electrical equipment to support and separate electrical conductors without allowing current through themselves. അപ്പോൾ ഇങ്ങനെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിലൂടെ കറണ്ട് കടന്നു പോവാത്തതുകൊണ്ട് പൊട്ടൻഷ്യൽ പോയിന്റ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ ഇൻഹെറന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫിസിക്കലി റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി വളരെ ഹയർ ആയിരിക്കും. കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റ് തിങ് ആണ് റെസിസ്റ്റിവിറ്റി. പക്ഷേ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല. നമുക്കാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് ഇല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസുലേറ്റേഴ്സും ഇല്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ ഇൻസുലേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യും. അതായത് ഇൻസുലേറ്ററിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ, ബേസിക്കലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ ഇലക്ട്രിക് ആ പെർട്ടിക്കുലർ വോൾട്ടേജിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്, ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതാണ് ബേസിക്. ഇനി ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് അതിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്ന പാരാമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്.
അതിൽ സൈഡിൽ ഒരു ടേബിളും ഉണ്ട്. ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാം. നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റീസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എയർ ആണ്. എയർ ഇൻസുലേറ്റഡ് കൂടുതൽ ഓവർഹെഡ് കണ്ടക്ടേഴ്സ് എല്ലാം എയർ ഇൻസുലേറ്റഡ് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിന്റെ കണ്ടക്ടർ ഡ്രോ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ കണ്ടക്ടർ നിൽക്കുന്ന പോർഷൻ എയർ ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ എയറിന്റെ 3.2 kV, ഓൾമോസ്റ്റ് 3 kV per mm. ഒരു mm ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ 3 kV വരെ ബ്രേക്ക് ഡൗണിന് തൊട്ട് മുൻപ് 3 kV വരെ നിൽക്കാം. അതാണ് ഈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഉള്ള ഇൻസുലേറ്റർ എന്ന് പറയുന്നത് വാക്വമാണ്. അതിന്റെ ഐഡിയലി വാക്വത്തിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഇൻഫിനിറ്റി ആണ്. പിന്നെ 15 kV per mm ആണ്. അത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. പേപ്പർ ഓൾമോസ്റ്റ് 18 kV per mm. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിന്റെ ഒരു ഗ്രാഫ്. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന റിഫ്രഷ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മള് എന്റെ ആക്ച്വൽ ഡിസ്കഷനിലേക്ക് ഞാൻ പോവാണ്. നമ്മൾ അല്ലെങ്കിൽ KCB അല്ല, ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റിയിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഇൻസുലേഷൻസ് ആണ്. ഒന്ന് അതായത് എപ്പോഴും ഈ പറയുന്ന ഇൻസുലേഷൻസ് നമ്മൾ കോമ്പിനേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷെ രണ്ട് തരത്തിലുള്ള ഇൻസുലേഷൻ ആയിട്ടാണ് അവസാനം അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഇൻസുലേഷൻ, രണ്ടാമത് കപ്പാസിറ്റൻസ് ഗ്രേഡഡ് ഇൻസുലേഷൻ അല്ലെങ്കിൽ കണ്ടൻസർ ഗ്രേഡഡ് ഇൻസുലേഷൻ. ഇപ്പോ കുറച്ച് പേപ്പർ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു വൈൻഡിങ് അത് ഓയിലിൽ കിടക്കുന്നു. അപ്പോൾ ഓയിലും പേപ്പറും അതിനെല്ലാം കൂടെ ചേർത്ത് അവിടെയൊന്നും ഗ്രേഡിങ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് സോളിഡ് ഇൻസുലേഷൻ ആയിട്ട് തന്നെ അതിനെ ജനറലി കാണാം. അങ്ങനെ വിഭാഗമാണ് കപ്പാസിറ്റൻസ് ഗ്രേഡ്. അപ്പോ ഇത് ഇൻസുലേഷനെ സംബന്ധിച്ച് ഇൻസുലേഷന്റെ ഒരു വില്ലൻ എന്നുള്ളത് നമുക്ക് ഞാൻ നിങ്ങൾക്കൊരു ചോദ്യമായിട്ട് തന്നെ തരാനായിട്ട് നോക്കുകയാണ്. ആൻസർ ഒന്ന് ആലോചിച്ച് വെച്ച് റെസ്പോൺസ് ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ആരാണ് ഇൻസുലേഷന്റെ നോർമൽ കേസിൽ ഇൻസുലേഷന്റെ ഒരു വില്ലൻ ആയിട്ട് വരുന്ന ആള് എന്നുള്ളത്? ഹരി ഒരു 2 മിനിറ്റ് കൊടുക്കൂ. 2 മിനിറ്റ് കൊടുക്കൂ. ഓക്കെ. ഞാനൊരു 3 മിനിറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഹരി ഒന്ന് വായിക്കാവോ? അപ്പം കാണാൻ പറ്റാത്തവർക്ക് കേൾക്കാൻ സാധിക്കും. കാണാൻ പറ്റുന്നുണ്ട്. നോ ഇഷ്യൂസ്. അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. വിച്ച് ഇസ് ദ വില്ലൻ ഓഫ് ഇൻസുലേറ്റർ? വോൾട്ടേജ്, കറന്റ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ്. ആരും പറയേണ്ട ഉത്തരം ഒന്ന് ഫോളോ ചെയ്താൽ മതി. ജസ്റ്റ് ഫോർ അവർ അണ്ടർസ്റ്റാൻഡിംഗ്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഷൈൻ നമ്മളൊരു 3 മിനിറ്റ് ഇടുകയായിരിക്കും നല്ലത്. എല്ലാവർക്കും ഈ പോള് കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ഒരു 1/2 മിനിറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, കറക്റ്റ്. എന്തായാലും 36 പേര് ആൻസർ ചെയ്യാനുണ്ട്. ഇനി 35 പേര്, 34.
ആൻസർ ചെയ്യാത്ത 31 പേരുണ്ട്. ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്താൽ നമുക്ക് ക്ലോസ് ഫോളോ കൊടുക്കായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. ചോദ്യം ഒന്നുകൂടി, വിച്ച് ഈസ് ദ വില്ലൻ ഓഫ് ഇൻസുലേറ്റർ? ഇരുപത്തി 6 പേരും കൂടി ഉള്ളൂ. 25 പേര്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മോർ ഓപ്ഷൻസിൽ കാണാൻ സാധിക്കും. %65 ആൾക്കാർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മൂന്ന് പേരും കൂടി സബ്മിറ്റ് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ളവർ സബ്മിറ്റ് ചെയ്തിട്ട് കാണുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു പോൾ ഓപ്പൺ ചെയ്തിടാം, എന്നിട്ട് ഞാൻ ഡിസ്കഷൻസ് അങ്ങനെ പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. Yes, yes. Good. പോള് ടൈം ഔട്ട് ആവട്ടെ നോർമൽ കേസിൽ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെ ആണെങ്കിലും ഇൻസുലേഷനെ നോക്കുമ്പോൾ നമുക്ക് ജനറലി രണ്ട് തരത്തിലാണ് ഇതിനെ കാണാൻ കഴിയുക. ഒന്ന് സോളിഡ് ഇൻസുലേഷൻ, രണ്ട് കപ്പാസിറ്റൻസ് ഗ്രേഡർ. ഇപ്പോൾ സോളിഡ് ഇൻസുലേഷന് ഞാൻ ഇവിടെ ഒരു ഡിസ്ക് ഇൻസുലേറ്റർ കാണിച്ചിരിക്കുന്നു എന്ന് കരുതിയിട്ട് ആ ഡിസ്ക് ഇൻസുലേറ്റർ മനസ്സിലേക്ക് വരണ്ട. ജനറലി സോളിഡ് ആൻഡ് കപ്പാസിറ്റൻസ് ഗ്രേഡർ. ഇനി ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു ഇക്വലന്റ് സർക്യൂട്ടിലേക്കാണ് പോകുന്നത്. ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ എല്ലാവർക്കും? പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, ക്ലോസ് ആയിട്ടുണ്ടല്ലോ അല്ലേ? അതെ അതെ. യെസ്. മാക്സിമം ആൾക്കാർ ആൻസർ ചെയ്തിരിക്കുന്നത് എ ആണ്, വോൾട്ടേജ്. 23 പേരും പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, വോൾട്ടേജ് തന്നെയാണ് ഇൻസുലേറ്ററിനെ സംബന്ധിച്ച് വില്ലൻ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇൻസുലേറ്ററിനെ സംബന്ധിച്ച് വില്ലനായിട്ട് വരുന്നത്. അപ്പോ നമ്മള് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് പോയാൽ ആദ്യത്തെ കേസ്, ഫസ്റ്റ് ഫിഗർ നോക്കുക. അതാണ് സോളിഡ് ഇൻസുലേഷന്റെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതിനകത്ത് വീണ്ടും 1-2 കോമ്പണൻസ് ഒക്കെ വരും. അത് നമ്മൾക്ക് വരുന്ന സ്ലൈഡിൽ അല്ലെങ്കിൽ വരുന്ന ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാം. ബേസിക്കലി ഒരു കപ്പാസിറ്റർ പോലെയാണ് നമ്മൾ ഒരു ജനറലി ഒരു ഇൻസുലേഷനെ കാണുന്നത്. കാരണം എപ്പോഴും രണ്ട് ഡിഫറെന്റ് പൊട്ടൻഷ്യലിന്റെ ഇടയിലായിരിക്കും ഈ പറയുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇരിക്കുക. അപ്പോൾ ഈ ടോട്ടൽ അറേഞ്ച്മെന്റ് ഒരു കണ്ടക്ടർ വിത്ത് എ പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ അനദർ പൊട്ടൻഷ്യൽ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇതിരിക്കുക. എവിടെ ഏത് ഇൻസുലേഷൻ ആയാലും സർവീസിൽ വരുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ സോളിഡ് ഇൻസുലേഷന്റെ കേസിൽ അവിടെ ഒരു കപ്പാസിറ്റൻസേ ഉണ്ടാവും. അതാണ് സോളിഡ് ഇൻസുലേഷൻ. എന്താണെന്ന് വെച്ചാൽ പോയിന്റിനോട് ചേർന്ന് നിൽക്കുന്ന മെറ്റീരിയൽ ആ കൂടുതൽ സ്ട്രെസ്ഡ് ആയിരിക്കും. അത് ആ ഇൻസുലേറ്ററിലൂടെ ഇങ്ങനെ വന്നാൽ അത് ഏകദേശം ഒരു പോയിന്റ് മിക്കവാറും ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലായിരിക്കും. ആ ഗ്രൗണ്ട് പൊട്ടൻഷ്യലിനോട് ചേർന്നിരിക്കുന്ന ഭാഗം അവിടെ ശരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെസ് വളരെ കുറവായിരിക്കും. ഐ മീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കമ്പയർഡ് ടു ഈ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ മെറ്റീരിയൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാവുന്ന സ്ട്രെസ് അൺഈവൻ. അപ്പോൾ അതാണ് ഈ പറയുന്ന സോളിഡ് ഇൻസുലേഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഡയഗ്രത്തില് ഈ വോൾട്ടേജിന്റെ വി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ വോൾട്ടേജ് സോഴ്സിൽ ഞാൻ 100 വോൾട്ട്സ് 100 വോൾട്ട്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാം. സോളിഡ് ഇൻസുലേഷന്റെ കപ്പാസിറ്റർ ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിരിക്കും. അതിന് അക്രോസ് 100 വോൾട്ട് ആയിരിക്കും
ഉണ്ടാവുക. അതിനകത്ത് തർക്കമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഗ്രേഡഡിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് റെസ്പോൺസസ് ഉണ്ടെങ്കിൽ ചാറ്റിലേക്ക് ഇട്ടിരുന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം. അപ്പോ രണ്ടാമത്തെ കേസിൽ ഞാൻ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് കുറച്ചധികം ഒരു കപ്പാസിറ്ററിന് പകരം സീരീസ് ആയി കുറച്ചധികം കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ 100 വോൾട്ട് 100 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 5 കപ്പാസിറ്റർ ഉണ്ട്, കപ്പാസിറ്റൻസസ് ആണ് ഉള്ളത് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് 20 വോൾട്ട്സ് ഈച്ച് ആയിരിക്കും ഓരോ കപ്പാസിറ്ററിലും കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ ഇൻസുലിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ നമ്മൾ പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യപ്പെടും. അതായത് ഹയർ പൊട്ടൻഷ്യൽ പോയിന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ഹയർ സ്ട്രെസ് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ ഇതിനെ മെറ്റീരിയൽ ആയിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. 5 ലെയർ ഉള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് കണ്ടു നോക്കുക. 5 ലെയറും ഈക്വൽ പൊട്ടൻഷ്യൽ ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഓരോ ലെയറിലും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെസ് ഈക്വൽ ആയിരിക്കും. ഇതാണ് കപ്പാസിറ്റൻസ് ഗ്രേഡഡ് ഇൻസുലേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബേസിക് തിയറി. അപ്പോൾ ഈ കപ്പാസിറ്റൻസ് ഗ്രേഡഡ് ഇൻസുലേഷനും സോളിഡ് ഇൻസുലേഷനും ഈ 2 ടൈപ്പ് ഇൻസുലേഷൻ ആണ് നമ്മൾ നോർമൽ കേസിൽ ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് നമ്മുടെ പവർ സെക്ടറിലെ ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് എടുത്താലും ഈ 2 ടൈപ്പ് ഇൻസുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. വിചാരിക്കും കുഴപ്പമില്ല എന്നെ അപ്പോ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ടെസ്റ്റിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ടെസ്റ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അത് ആക്ച്വൽ സർവീസ് സിസ്റ്റം കണ്ടീഷൻസിൽ ഇതിന്റെ റിലയബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ സിസ്റ്റം കണ്ടീഷൻസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നോമിനൽ വോൾട്ടേജ്, അതായത് നോർമൽ വർക്കിംഗ് വോൾട്ടേജ് ഉണ്ടാവും എപ്പോഴും. ചില സമയത്ത് ഓവർ വോൾട്ടേജ് ഉണ്ടാവും, ടെമ്പററി ഓവർ വോൾട്ടേജ്. നമ്മൾ എല്ലാ പവർ സിസ്റ്റം എക്യുപ്മെന്റ്സും ഇൻസുലേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ടെമ്പററി ഓവർ വോൾട്ടേജിനുള്ള 10% മാർജിൻ എല്ലാ എക്യുപ്മെന്റിലും ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ 11 kV ആണെങ്കിൽ 12 kV അതാണ് അതിന്റെ മാക്സിമം ഹയസ്റ്റ് സിസ്റ്റം വോൾട്ടേജ് അല്ലെങ്കിൽ HSV എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻസുലേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ സർജസ് ബോത്ത് സ്വിച്ചിങ് ആൻഡ് ലൈറ്റ്നിങ് സർജസ്, ഈ 2 കാര്യങ്ങളും കൂടെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഇൻസുലേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ ചെയ്ത് നമുക്ക് കിട്ടിയ ഇൻസുലേറ്റർ ആക്ച്വൽ സിസ്റ്റം എന്നുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. അപ്പൊ 2 ടൈപ്പ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് 2 ടൈപ്പ് ആയിട്ട് നമുക്ക് തിരിച്ച് ഇതിനെ കാണാം. കേസ് ഡി, ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസിയാണ്, കാരണം കുറച്ചുകൂടി പോർട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് നമുക്ക് DC ടെസ്റ്റ് കിറ്റ് ആണ്. രണ്ടാമത്തെ കേസ്, അപ്പോൾ അതിൽ ചെയ്യുന്ന ടെസ്റ്റുകളും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ടെസ്റ്റിന്റെയും ബേസിക് ഡിഫറൻസ് ഈ അപ്ലൈ ചെയ്താൽ, അതായത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെസ് അപ്ലൈ ചെയ്താൽ അത് എത്ര കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കലാണ് ഏകദേശം എല്ലാ ടെസ്റ്റുകളുടെയും ബേസിക്. നീ അത് ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു യൂട്ടിലിറ്റി നമുക്ക്, അതായത് യൂട്ടിലിറ്റി R&D വിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ്. അതാണ്
ഇപ്പൊ DC വോൾട്ടേജ് ടെസ്റ്റില് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, എല്ലാവരും ചെയ്തു നോക്കിയിട്ടുള്ള ടെസ്റ്റുകൾ തന്നെയാണ് 2-3 ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്, പോളറൈസേഷൻ ഇൻഡെക്സ്, ഡൈഇലക്ട്രിക് ഡിസ്ചാർജ്, സ്റ്റെപ്പ് വോൾട്ടേജ്, റാമ്പ് വോൾട്ടേജ്. അപ്പോ എല്ലാവരും ഒരു റെസ്പോൺസ് വിൻഡോയിൽ തരും. നിങ്ങൾ ഇതിനകത്ത് ഈ പറയുന്ന ഈ DC ടെസ്റ്റ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ചെയ്തു നോക്കാത്ത ടെസ്റ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ചാറ്റിൽ ഇടുക, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അതുപോലെ രണ്ടാമത്തെ വിഭാഗത്തില് ഫ്രീക്വൻസി വിത്ത്സ്റ്റാൻഡ് ടെസ്റ്റ് ആൻഡ് ടാൻഡൽ ടെൻഷൻ. ഇവിടെയും നമ്മൾ ബേസിക്കലി കറണ്ട് ആണ്, എത്രമാത്രം കറണ്ട് വന്നു എന്നുള്ളതാണ് ഇൻ എഫക്റ്റ് നമ്മൾ നോക്കുന്നത്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതായത് കാര്യത്തിലേക്ക് നമ്മൾ ഒരു ഈക്വലന്റ് സർക്യൂട്ടിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഞാനൊരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർമെന്റിലേക്ക് പോകുമ്പോൾ എന്റെ ടെസ്റ്റ് സ്പെസിമെൻ ഫസ്റ്റ് സ്പെസിമെനിലേക്ക് ഞാൻ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഞാനിവിടെ ഒരു ടെസ്റ്റ് എക്യുപ്മെന്റിനെ പറ്റിയും പറയുന്നില്ല, അതിന്റെ മേന്മയെ പറ്റിയും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്താണ് ബേസിക്കലി ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ള കേസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ ആദ്യത്തെ ഞാനൊരു ആ ഇൻസുലേറ്റർ നമുക്ക് കാണാം. ഏറ്റവും അടിയിൽ പാർട്ടുണ്ട്, മുകളിൽ ഒരു കണ്ടക്റ്റീവ് പാർട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഇൻസുലേറ്റർ ആണ്. ഈ പോസ്റ്റ് ഇൻസുലേറ്ററിന് അക്രോസ് ആയിട്ട് ഞാനൊരു DC വോൾട്ടേജ് സോഴ്സ് കണക്ട്, ഒരു പർട്ടിക്കുലർ നോൺ വോൾട്ടേജ് ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെസ് ഈ ഇൻസുലേഷന് കൊടുക്കാൻ പോകുന്നു. ആ സമയത്ത് നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു സോഴ്സ് ഒരു ഇൻസുലേറ്ററിന് അക്രോസ് കണക്ട് ചെയ്തിരുന്നു. എത്ര കറണ്ട് വരും? അപ്പോ കൊടുത്ത വോൾട്ടേജ് നമുക്കറിയാം, മെഷർ ചെയ്ത കറണ്ട് നമുക്കറിയാം, നമുക്ക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. V/I എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അത് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ദെൻ ഇക്വലൻസിലേക്ക് നോക്കിയാൽ ഞാൻ ആദ്യത്തെ റെസിസ്റ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റെസിസ്റ്റർ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ റെസിസ്റ്റർ ഞാൻ കുറച്ച് വരച്ചിരിക്കുന്നത്. ആദ്യത്തെ റെസിസ്റ്റർ ഞാൻ മീൻ ചെയ്തിരിക്കുന്നത് ഈ ഇൻസുലേറ്ററിന്റെ പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടാമിനൻസ് ഒക്കെ വന്ന് പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഡസ്റ്റ് ആയിട്ടും മോയ്സ്ചർ ആയിട്ടും വേറെ ഏതെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ആയിട്ടും ഒക്കെ വന്ന് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന ഒരു പാത്ത്, അതായത് ഇൻസുലേറ്ററിന്റെ പുറത്തോടെ, ഇൻസുലേഷൻ യാതൊരു ബന്ധവുമില്ല, കംപ്ലീറ്റ്ലി ത്രൂ അത് ഈ ഇൻസുലേറ്ററിന്റെ സർഫസിൽ വന്നിരിക്കുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് വഴി ഒരു ചെറിയ ഒരു ഒരു റെസിസ്റ്റീവ് പാത്ത് അതിനുണ്ട്, ഒരു കറന്റ് പോവാനായിട്ട്. ആ റെസിസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ്. അതിലൂടെ വരുന്ന കറണ്ടിനെ ഞാൻ IL എന്ന് എടുക്കുന്നു. L സ്റ്റാൻഡ്സ് ഫോർ ലീക്കേജ്. അപ്പോൾ ലീക്കേജ് സർഫസ് ആണ് ഞാനിവിടെ മീൻ ചെയ്യുന്നത്. രണ്ടാമത്തേത് നമുക്ക് എല്ലാവർക്കും വെൽ നോൺ ആണ്, കപ്പാസിറ്റീവ് കറണ്ട്. കാരണം ഇതിന്റെ അറേഞ്ച്മെന്റ് ഒരു കപ്പാസിറ്ററിന്റെ അറേഞ്ച്മെന്റ് ആണ്. 2 ഡിഫറെന്റ് പൊട്ടൻഷ്യൽ പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ ഓർ ഡൈഇലക്ട്രിക്. അപ്പോൾ അത് കപ്പാസിറ്റീവ് കറണ്ട് ആണ് കാണിക്കുന്നതാണ് IC. മൂന്നാമത്തെ കറണ്ട് എന്ന് പറയുന്ന IG എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഒരു മെറ്റീരിയൽ പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റുകൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു. അപ്പോൾ പെർഫെക്റ്റ് മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് അതിലൂടെ ത്രൂ ദ മെറ്റീരിയൽ ചെറിയ ഒരു കറണ്ട് പെർമിറ്റ് ചെയ്യും. ഈവൻ നമുക്ക് വളരെ ഹൈ ആണ് ഇതിന്റെ റെസിസ്റ്റൻസ്, എന്നിരുന്നാലും ചെറിയൊരു കറണ്ട് പെർമിറ്റ് ചെയ്യും. അതിനെ നമ്മൾ ഈ പറയുന്ന മെറ്റീരിയലിന്റെ കണ്ടക്ഷൻ കറണ്ട് IG എന്ന് ഞാൻ എടുക്കുന്നു. ലാസ്റ്റ് വൺ ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് വണ്ണില് സംഭവിക്കുന്നത് പോളറൈസേഷൻ, അതായത് നമ്മളുടെ
ഈ പറയുന്ന ഇൻസുലേറ്റർ മെറ്റീരിയലിലെ ഫ്രീ ചാർജസിനെ റീഓറിയന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയലിലെ ഫ്രീ ചാർജസിനെ റീഓറിയന്റ് ചെയ്യാൻ, ഡൈപോൾസിനെ അലൈൻ ചെയ്യുക, ഫ്രീ ചാർജസിനെ റീഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കറണ്ട് കൂടിയുണ്ട്. അതാണ് പോളറൈസേഷൻ കറണ്ട്. പോളറൈസേഷൻ കറണ്ട് ടെക്നിക്കലി സ്പീക്കിംഗ് പോളറൈസേഷൻ കറണ്ട് മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടേണ്ടതാണ് തിയററ്റിക്കലി, പക്ഷെ മുഴുവൻ തിരിച്ചു കിട്ടില്ല. ആ ലോസ് കോമ്പണന്റ് ആണ് ഇവിടെ ഒരു റെസിസ്റ്ററിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റർ ഇൻ സീരീസ് വിത്ത് കപ്പാസിറ്റർ, ഇതാണ് നമ്മളുടെ പോളറൈസേഷന്റെ കോമ്പണന്റ്. അതിനെ ഞാൻ IA എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ കറണ്ട് പറയുന്നത് ഓഫ് ഓൾ ദീസ് കറണ്ട്സ്, 4 കറണ്ടിനെയും കൂടെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടും. അപ്പോൾ ആ ടോട്ടൽ കറണ്ടിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം. ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു I നമ്മൾ എടുക്കുകയാണെങ്കിൽ IL പ്ലസ് IC പ്ലസ് IG പ്ലസ് IA, ഈ 4 കറണ്ട് കൂടെ സമ്മ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒരു നോൺ ടൈമിൽ ഏതാണോ ഒരു സമയത്ത് ഓരോ ടൈമിനനുസരിച്ച് ഈ കറണ്ട് വേരി ചെയ്യും എന്നുള്ള പോയിന്റിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ കാണണമെങ്കിൽ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കറിയാം, കറണ്ട് മെഷർ ചെയ്ത കറണ്ട് എത്രയാണോ അതാണ് ആ പെർട്ടിക്കുലർ ടൈമിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈ പറയുന്ന ഇൻസുലേറ്ററിന്റെ. ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കറണ്ടിന്റെ നേച്ചറിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത് ഇനി പറയണമെങ്കിൽ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ പറയാം. എല്ലാവരും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഓക്കെ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ട് നോ ഇഷ്യൂസ്. ഓക്കെ നോ ഇഷ്യൂസ്. ആൾക്കാർക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോ നമ്മളിവിടെ കറണ്ടിന്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റീവ് കറണ്ടിന്റെ നേച്ചർ നമുക്കറിയാം. ഇനീഷ്യലി, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹൈ ആയിരിക്കും, വളരെ ഹൈ ആയിരിക്കും കപ്പാസിറ്റീവ് ചാർജിങ് കറണ്ട്. അതിനുശേഷം ചാർജിങ് പ്രോസസ് തീരുന്ന മുറയ്ക്ക് ചാർജിങ് കറണ്ട് ഇവഞ്ച്വലി ഗോസ് ടു സീറോയിലേക്ക് എത്തണം എന്നുള്ളതാണ് തിയററ്റിക്കലി നമ്മൾ പറയാം. അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാം. ഇതിന്റെ പോയിന്റർ ശ്രദ്ധിച്ചാൽ മതി. കപ്പാസിറ്റൻസ് ചാർജിങ് കറണ്ട് ഈ പോകുന്നതാണ്. ഇനി കണ്ടക്ഷൻ കറണ്ടും ലീക്കേജ് കറണ്ടും ചേർത്തിട്ട് 2 റെസിസ്റ്റീവ് കോമ്പണന്റ് ആണ്. ആ 2 റെസിസ്റ്റേഴ്സും പാരലലാണ്. അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നു. ആ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് കണ്ടക്ഷൻ കറണ്ട് വോൾട്ടേജ് സ്വിച്ചിങ്ങിനനുസരിച്ച് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുന്ന മുറയ്ക്ക് കറണ്ടും കോൺസ്റ്റന്റ് ആയി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കണ്ടക്ഷൻ കറണ്ടിന്റെ അല്ലെങ്കിൽ ലീക്കേജ് കറണ്ടും ത്രൂ ദ സർഫസും കണ്ടക്ഷൻ കറണ്ട് ത്രൂ ദ ഇൻസുലേറ്ററും ചേർന്നിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കറണ്ട്. അത് ആ കോമ്പണന്റ് ഇതാണ്. ഇനി നാലാമത്തെ കറണ്ട് പോളറൈസേഷൻ ഓർ അബ്സോർപ്ഷൻ. നാലാമത്തെ കോമ്പണന്റിനെ പറ്റിയാണ് പറയുന്നത്, പോളറൈസേഷൻ ഓർ അബ്സോർപ്ഷൻ. പോളറൈസേഷൻ കറണ്ട് കപ്പാസിറ്റൻസ് സീരീസ് ഉണ്ട്. കപ്പാസിറ്റീവ് കറണ്ടിന്റെ ഒരു നേച്ചർ ഉണ്ടാവും, പക്ഷെ അത്രയും ഹൈ ആയിരിക്കില്ല, ചാർജിങ് കറണ്ടിന്റെ അത്രയും ഹൈ ആയിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതിനുശേഷം ഗ്രാജുവലി കുറച്ചുകൂടി സമയമെടുത്ത്, കാരണം അതിന്റെ ടൈം കോൺസ്റ്റന്റ് വേറെയാണ്, നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാം. റെസിസ്റ്റർ ഒരെണ്ണം സീരീസ് ഉണ്ട്, അതുകൊണ്ട് ടൈം കോൺസ്റ്റന്റ് കുറച്ച് കൂടുതലായിരിക്കും. കൂടുതലാവുന്നത് കൊണ്ട് തന്നെ കപ്പാസിറ്റീവ് കറണ്ട് പോലെ നേച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി സമയമെടുത്താണ് ഈ പറഞ്ഞ പോളറൈസേഷൻ കറണ്ട് ഡൈ ഔട്ട് ചെയ്യുക. അത് നമ്മളുടെ വലിയ തരക്കേടില്ലാത്ത ഒരു ഇൻസുലേറ്റർ ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇങ്ങനെ ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കറണ്ട്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ടോട്ടൽ കറണ്ട് ടൈം ഡിപ്പെൻഡന്റ് ആയിരിക്കും. അത് പെർഫെക്റ്റ്ലി ഈ പറയുന്ന റെസിസ്റ്റീവ് കറണ്ടിന്റെ നേച്ചറിലേക്ക് എത്താൻ കുറച്ചധികം സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർമെന്റ് നോർമൽ കേസിൽ ഒരു ടൈം ഡിപ്പെൻഡന്റ് മെഷർമെന്റ് ആണ്. അതുപോലെ തന്നെ കണ്ടക്ഷൻ കറണ്ടിനെ ഈ നമ്മളുടെ അതായത് ഫ്രീ ഇലക്ട്രോൺസ്, ഫ്രീ ചാർജസ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിലൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള കറണ്ടിനെ ടെമ്പറേച്ചറും ബാധിക്കും. അതുകൊണ്ട് ടെമ്പറേച്ചറും ടൈമും
ടെമ്പറേച്ചറിനോടും ടൈമിനോടും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർമെന്റ് ഡിപ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഗ്രാഫ് കൊണ്ട് ഏകദേശം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടോട്ടൽ കറണ്ട് നമുക്ക് നോക്കാം. ടോട്ടൽ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആവുന്ന ഒരു തരത്തിലേക്കാണ് ഈ ടോട്ടൽ കറണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഓൾമോസ്റ്റ് ആവുന്ന ഒരു സമയത്ത് വേണം നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർമെന്റ് നടത്താനും അത് റെക്കോർഡ് ചെയ്യാനും. അത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് 1 മിനിറ്റ്, 1 മിനിറ്റ് സമയത്തിന് ശേഷമുള്ള 1 മിനിറ്റിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. കേസിലെ ഈ ലീക്കേജ് കറണ്ട് ഇവിടെ നിന്ന് കോൺസ്റ്റന്റ് ആവാൻ കാരണം എന്താ? ഈ പർട്ടിക്കുലർ റേഞ്ച് വരെ ഹൈ ആയിട്ട് ഇവിടെ നിന്ന് കോൺസ്റ്റന്റ് ആവും. ലീക്കേജ് കറണ്ട് അല്ലേ സാർ? അതെ അതെ അതെ. ലീക്കേജ് കറണ്ട് കോമ്പണൻസ് നമ്മൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇതിന് തൊട്ടും ഇതിലേക്ക് വരിക. ലീക്കേജ് കറണ്ട് ത്രൂ സർഫസും മെറ്റീരിയലും, ഇങ്ങനെ രണ്ട് പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള കോമ്പണന്റ് ആണ്. ആ റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ ഈ ലീക്കേജ് കറണ്ട് കോൺസ്റ്റന്റ് ആയി വരുന്നത്. കാരണം ഈ രണ്ട് റെസിസ്റ്റർ പാരലൽ ആയിട്ട് വരുന്നു. ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്ററിലൂടെ വരാവുന്ന കറണ്ട് ആണ് ആ ലീക്കേജ് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ശരിക്കും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുന്ന മുറയ്ക്ക് ലീനിയർ ആയിട്ട് ഷൂട്ടപ്പ് ചെയ്ത് പോയിട്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. ക്ലിയർ ആയോ? ആ രണ്ട് ഓക്കെ. അപ്പോ നമ്മുടെ ഘടന ഈ നമ്മുടെ ഇൻസുലേഷൻ ടെസ്റ്റിംഗ്. അപ്പൊ ഇനി നമുക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ ടൈം ഡിപ്പെൻഡന്റ് ആണെന്ന് ജസ്റ്റ് പറഞ്ഞു. അപ്പോ വെച്ചിട്ട് നമ്മൾ ഡൈഇലക്ട്രിക് അബ്സോർപ്ഷൻ റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഓരോ സമയത്തും സമയം കൂടുന്നതിനനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ കുറഞ്ഞു വരും. കാരണം പോളറൈസേഷൻ കോമ്പണന്റ്, കപ്പാസിറ്റീവ് ചാർജിങ് കോമ്പണന്റ് ഡൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ വളരെ കുറഞ്ഞു വരും. അപ്പൊ ആ ഡൈ ഔട്ട് ചെയ്യുന്ന സമയത്തിന്, അതായത് സമയം കൂടുന്തോറും അത് ഡൈ ഔട്ട് ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ടൈം ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നത്. അപ്പോ ഇൻസുലേഷൻ റെസിസ്റ്റൻസിൽ ഇൻസുലേഷന്റെ നമ്മൾ കുറച്ച് യൂണിറ്റ്ലെസ് നമ്പേഴ്സിലേക്ക് ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ പല സമയത്തുള്ള വാല്യൂസിനെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് പല സമയത്തുള്ള വാല്യൂസിന്റെ റേഷ്യോ എടുക്കും. ആ റേഷ്യോ ഉപയോഗിച്ച് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി, വെറും നമ്പേഴ്സ് ഉപയോഗിച്ച് ഇൻസുലേഷൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, ടൈം ഡിപ്പെൻഡന്റും ആണ് മെഷർമെന്റ്. ഈ കണ്ടീഷൻസ് ഒരിക്കലും ടെസ്റ്റ് നടക്കുന്ന കണ്ടീഷൻ പിന്നീട് ഒരിക്കലും അതേപോലെ തന്നെ എല്ലാ കണ്ടീഷൻസും ഈക്വൽ ആയിട്ട് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റിൽ വരികയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാവുന്ന തരത്തിൽ ഒരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയിലേക്ക് ഒരു ഇൻഡെക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഈസിയാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കോഴ്സ് നമുക്ക് നല്ല ഇൻഡിക്കേറ്റീവ് ആണ്. എന്നാലും നമ്മൾ ഇങ്ങനെ ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ ഡിഫറെന്റ് ടൈമിലുള്ള വാല്യൂസിന്റെ റേഷ്യോ ഉപയോഗിച്ച് കുറച്ചുകൂടി നന്നായിട്ട് ഒരു ഡയമെൻഷൻലെസ് ഇൻഡെക്സിങ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് ഇതാണ്. ഡൈ ഓപ്ഷൻ റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ തിയറട്ടിക്കലി നമ്മളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 30 സെക്കൻഡിലെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യുന്നു, 1 മിനിറ്റിലെ ഇൻസുലേഷൻ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യുന്നു, എന്നിട്ട് 1 മിനിറ്റ് ഡിവൈഡഡ് ബൈ 30 സെക്കൻഡ്. അപ്പോൾ നോർമലി നമുക്കറിയാം 30 സെക്കൻഡിലെ വാല്യൂ അവിടെ കറണ്ട് നോർമലി കൂടുതലായിരിക്കും, അതുകൊണ്ട് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും. 60 സെക്കൻഡിലെ വാല്യൂ അപ്പോഴേക്കും കറണ്ട് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി കുറയണം, ബേസിക്കലി കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഹയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൈഇലക്ട്രിക് അബ്സോർപ്ഷൻ റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1ൽ കൂടുതലായിരിക്കും കിട്ടുക. ഇതാണ് അതിന്റെ ഇക്വേഷൻ. രണ്ടാമത്തെ കേസിലേക്ക് പോകുന്നത്, സപ്പോസ് നമുക്ക് 1 ആണ് കിട്ടിയത് അല്ലെങ്കിൽ ജസ്റ്റ് ബിലോ 1 ആണ് കിട്ടിയത്. അപ്പോൾ ഈ ഇൻസുലേഷൻ എടുത്ത് ഇത്
മോശമാണോ നല്ലതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. വളരെ നാരോ ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ ഈ പറയുന്ന ക്വസ്റ്റ്യനബിൾ എന്ന് പറയുന്ന റേഞ്ചുമായിട്ട് വളരെ നാരോ ഡിഫറൻസേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻസുലേഷന്റെ പ്രശ്നമാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പോകുന്നത്. അത് ഇൻഡെക്സ് ടെസ്റ്റ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡൈഇലക്ട്രിക് റേഷ്യോ കുറവാണ് കിട്ടുന്നത് കുറവാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ കാരണം കപ്പാസിറ്റീവ് ചാർജിങ് കറണ്ട് ഡയോഡ് ചെയ്തിട്ടുണ്ടാവും ഈ പറയുന്ന സമയത്തിനുള്ളിൽ. പോളറൈസേഷൻ കറണ്ട് ഡയോഡ് ചെയ്തില്ലെങ്കിൽ അതൊരു സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റി ആയിട്ട് അവിടെ ഉണ്ടാവും. അതിന്റെ കാരണം മോയ്സ്ചർ ഇൻഗ്രസ് ഈ പർട്ടിക്കുലർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, മോയ്സ്ചർ ഉണ്ടെങ്കിൽ വേണ്ട സമയം, പിന്നീടുള്ള പോളറൈസേഷൻ പ്രോസസ് തീരാൻ വേണ്ട സമയത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യും. തീരുന്നില്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തീരുന്നില്ലെങ്കിൽ നമുക്ക് ഡൈഇലക്ട്രിക് അബ്സോർപ്ഷൻ റേഷ്യയിൽ അത്രയും റിഫ്ലക്ട് ചെയ്ത് കിട്ടില്ല. ഈ പറയുന്ന വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഡേഞ്ചറസ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ഡേഞ്ചറസ് ആണ്, 1 to 1.25 ആണെങ്കിൽ ക്വസ്റ്റ്യനബിൾ ആണ്, ഗ്രേറ്റർ ദാൻ 1.25 ഗുഡ് ആണ്, പിന്നെ എക്സലന്റ്. അങ്ങനെ പല റേഞ്ചിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോയ്സ്ചർ പോളറൈസേഷന് വേണ്ടി കൂടുതൽ സമയം എടുക്കുന്നു, പോളറൈസേഷൻ തീരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഡൈഇലക്ട്രിക് അബ്സോർപ്ഷൻ റേഷ്യോ കുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ അടുത്ത ജസ്റ്റ് അബവ് ഇതിന്റെ എബവ് ലെവലിലുള്ള ടെസ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. അത് പോളറൈസേഷൻ ഇൻഡെക്സ് ആണ്. പോളറൈസേഷൻ ഇൻഡെക്സിൽ നമ്മൾ 10 മിനിറ്റ് സമയത്തേക്ക് ഈ ഇൻസുലേഷനെ നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്ത് വെക്കുന്നു. എന്നിട്ട് 1 മിനിറ്റിലെ വാല്യൂവും 10 മിനിറ്റിലെ വാല്യൂവും റെക്കോർഡ് ചെയ്യുന്നു. 10 മിനിറ്റ് ആകുമ്പോഴേക്കും എന്തായാലും പോളറൈസേഷൻ കഴിഞ്ഞിരിക്കണം എന്നുള്ള ഇതാണ് നമ്മളുടെ അസംഷൻ. അതിനുവേണ്ട സഫീഷ്യന്റ് ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. ഡിവൈഡഡ് ബൈ 1 മിനിറ്റ് വാല്യൂ, അതാണ് പോളറൈസേഷൻ ഇൻഡെക്സ്. അപ്പോൾ അത് കുറച്ചുകൂടി കൂടുതലുള്ള വാല്യൂ കിട്ടണം. അതിന്റെ റേഞ്ചും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു റിഫ്രഷിംഗ് പോലെ നോക്കുക. അടുത്തതിലേക്ക് ഞാൻ പോവാണ്. റെസിസ്റ്റൻസ് ടൈം ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ ടൈമിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടി വരണം. അപ്പോൾ മോയ്സ്ചർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും പോവുക. ലോ വാല്യൂവിൽ തുടങ്ങി അധികം വീണ്ടും ലീനിയർലി ഹൈയിലേക്ക് പോകാൻ അതിന് കഴിയുന്നില്ല, കാരണം പോളറൈസേഷൻ കറണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇൻസുലേഷൻ പ്രോബബ്ലി ഓക്കെ ആണെങ്കിൽ കൾസർ യൂസ് ചെയ്യാമോ? ഇപ്പൊ കാണാം. കർസർ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പോ ഇൻസുലേഷൻ മോയ്സ്ചറോ ഡേറ്റോ പ്രസന്റ് ആണെങ്കിൽ റെസിസ്റ്റൻസിന്റെ പ്രൊഫൈല് കറണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ടൈമിനനുസരിച്ച് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ കൂടി വരുന്നില്ല. ഇൻസുലേഷൻ ഓക്കെ ആണെങ്കിൽ പോളറൈസേഷൻ കറണ്ട് ഇവൻച്വലി ഡൈ ഔട്ട് ആവുന്നു. അതുകൊണ്ട് ടോട്ടൽ കറണ്ട് കുറയുന്നു. ടോട്ടൽ കറണ്ട് കുറയുന്നതുകൊണ്ട് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ കൂടുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഓക്കെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഇനി നമ്മളുടെ ടെസ്റ്റ് പറയുന്നു. അതിനുശേഷമാണ് നമ്മുടെ യൂട്ടിലിറ്റിയുടെ ഒരു ടെസ്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് വളരെ ലളിതമാണ്. സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന ആളുകള് എല്ലാവരും ഈ പറയുന്ന പോലെ ടാൻ ഡെൽറ്റ എന്തോ ഒരു വലിയ വാല്യൂ എന്നുള്ളതിലുപരി അതിനെപ്പറ്റി ചില സമയത്ത് ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വളരെ ലളിതമായ ഒരു ടെസ്റ്റ് മെത്തേഡാണ് ഈ ടാൻ ഡെൽറ്റ. അത് AC വോൾട്ടേജ് ബേസ്ഡ് മെത്തേഡാണ്. നോർമൽ റിസൾട്ട് ാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിന്റെ തിയറി വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, തിയറി നമ്മൾ ഇൻസുലേഷനിലേക്ക് DC വോൾട്ടേജിന് പകരം AC വോൾട്ടേജ് അപ്ലൈ. നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത സെയിം കണ്ടീഷൻ തന്നെ ആ സെയിം ഫിഗർ ഒന്ന് മനസ്സിൽ ആലോചിക്കുക. ഒരു പോസ്റ്റ് ഇൻസുലേറ്റർ ഉണ്ട്, അതിൽ നമ്മൾ ആദ്യം DC വോൾട്ടേജ് കൊടുത്തു, അതിന് പകരം AC വോൾട്ടേജ് കൊടുത്തു. അപ്പൊ എത്ര വോൾട്ടേജ് ആണ് കൊടുത്തത്? നോർമൽ ഒരു കപ്പാസിറ്റൻസ് മാത്രമായിട്ടാണ് ആക്ട് ചെയ്തത്. നമ്മുടെ ആദ്യത്തെ ഏറ്റവും ജനറൽ സോളിഡ് ഇൻസുലേഷന്റെ ആ ഫിഗർ ഒന്ന് മനസ്സിലേക്ക് വരുത്തുക. അപ്പോ
അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ ഇൻസുലേഷൻ, ആ സിംഗിൾ കപ്പാസിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് കറണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ അധികം കോമ്പണൻസ് എല്ലാം വരച്ചത്. അത് തൽക്കാലം ഒന്ന് മറക്കുക. ഈ അക്രോസ് ആയിട്ടാണ് ഞാൻ ഈ AC വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് കൊടുത്താൽ കപ്പാസിറ്റൻസ് നേച്ചറിലായിരിക്കണം, അത് 90 ഡിഗ്രി ലീഡ് ചെയ്യണം. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കറണ്ട് ഡിഗ്രി ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ Y ആക്സിസിൽ കപ്പാസിറ്റീവ് കറണ്ട് മാത്രമായി വരേണ്ടിയിരുന്ന ഒരു നമ്മൾ ശരിക്കും പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആണെങ്കിൽ കപ്പാസിറ്റീവ് കറണ്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഉണ്ട്, എന്തായാലും ഉണ്ട്. രണ്ടാമത്തെ ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എടുത്ത ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് വരിക. അവിടെ റെസിസ്റ്റീവ് കോമ്പണന്റ് ഉണ്ട്. കോമ്പണന്റിന്റെ ഒരു ഇക്വലന്റ് റെസിസ്റ്റീവ് കോമ്പണന്റ് ടോട്ടൽ എല്ലാം എന്തൊക്കെ ലീക്കേജ് പുറത്തോടെ ഉണ്ടോ അകത്തോടെ ഉണ്ടോ ഇതെല്ലാം ചേർന്നിട്ട് ഒരു ഇക്വലന്റ് റെസിസ്റ്റീവ് കോമ്പണന്റ് ഉണ്ട്. ആ ഇക്വലന്റ് റെസിസ്റ്റീവ് കോമ്പണന്റിലൂടെ ഒരു സ്ലൈഡ് ചേഞ്ച് ചെയ്യില്ല. Now it is okay. Okay. ലേസർ പ്രിന്റർ എടുത്തിട്ടേ ഒന്ന് കാണിച്ചാൽ നന്നായിരുന്നു. കാരണം നമുക്കിത് എവിടെയാണ് പറയണമെന്നൊരു പിടി കിട്ടണില്ല. ഞാൻ അനോട്ടേഷൻസ് ഇതിനകത്തുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. ഈ വി കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോ ഒരു വി എന്ന് എഴുതിയിട്ടുണ്ട്, കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോ ഇതാണ് ഞാൻ ബേസിക്കലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ ആക്സിസ് ഇതായിട്ട് എടുക്കുന്നു. ആരാണ് സംസാരിക്കുന്നില്ല? ഓക്കെ, വോൾട്ടേജ് ആക്സിസ് ഇതാണ്. ഈ ആക്സിസ് ഇങ്ങനെ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ നോർമൽ കേസിൽ നമുക്ക് കിട്ടേണ്ടത് ഈ കപ്പാസിറ്റീവ് കറണ്ട് മാത്രമേ കിട്ടാവുള്ളൂ. ഇതാണ് കപ്പാസിറ്റീവ് കറണ്ടിന്റെ ആക്സിസ്. 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു, കപ്പാസിറ്റീവ് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. ഈ ഇൻസുലേഷൻ മെറ്റീരിയൽ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് അതിൽ റെസിസ്റ്റീവ് നേച്ചറിലുള്ള ഒരു കറണ്ടിന്, റെസിസ്റ്റീവ് കറണ്ട് കപ്പാസിറ്റീവ് കറണ്ട് ഈ രണ്ട് കറണ്ടേ ഉള്ളൂ. ഇൻഡക്റ്റീവ് കറണ്ട് ഇതിനകത്ത് ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പൊ റെസിസ്റ്റീവ് കറണ്ടിനുള്ള ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈ പറയുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിലുണ്ട്. ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിലെ റെസിസ്റ്റീവ് കറണ്ടിനുള്ള റെസിസ്റ്റർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കറണ്ട് സെയിം ആക്സിസിൽ തന്നെയായിരിക്കും. ഇതാണ് റെസിസ്റ്റീവ് കറണ്ട്. അപ്പോ ഈ റെസിസ്റ്റീവ് കറണ്ട് ഇവിടം വരെ ഉണ്ട്. അപ്പൊ ചെറിയൊരു ഡയറക്ഷനിൽ തന്നെയായിരിക്കും, ഇൻ ഫേസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ ഞാൻ വോൾട്ടേജ് ആക്സിസിൽ തന്നെ വരയ്ക്കുന്നു. അപ്പൊ എനിക്കുള്ള കപ്പാസിറ്റീവ് കറണ്ട് ഇതാ ഇത്രയും കപ്പാസിറ്റീവ് കറണ്ട് ഉണ്ട്, റെസിസ്റ്റീവ് കറണ്ട് ഇതാ ഇത്രയും ഉണ്ട്. അപ്പോ ടോട്ടൽ ഓൾമോസ്റ്റ് ഇതാ ഇത്രയുണ്ട്. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻഡൽ അപ്പൊ ഡെൽറ്റ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് കറണ്ടിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്തു ടോട്ടൽ കറണ്ട്. ഇതാണ് നമ്മളുടെ ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കപ്പാസിറ്റീവ് കറണ്ടിൽ നിന്ന് എത്ര മാത്രം ഡീവിയേറ്റ് ചെയ്തു ടോട്ടൽ കറണ്ട്. ടോട്ടൽ കറണ്ടിൽ എത്ര മാത്രം റെസിസ്റ്റീവും കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പൊ ടോട്ടൽ കറണ്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഡെൽറ്റ ഇതാണെങ്കിൽ ഇതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. നമ്മൾ ഈ പടം നോക്കുക, ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അപ്പോ ഇത് നമ്മൾ അപ്പോ ടാൻ ഡെൽറ്റ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നോർമലി ഐ സി ആണ്. അപ്പോ അതാണ് എന്ന് പറയുന്ന മെഷർമെന്റ് ബേസിക്കലി. അതായത് ടാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, റെസിസ്റ്റീവ് കറണ്ടും കപ്പാസിറ്റീവ് കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് ടാൻ ഡെൽറ്റ. അപ്പോൾ നോർമലി ഇതിന്റെ ഒരു
അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. റെസിസ്റ്റീവ് കറണ്ട് വളരെ ചെറുതായിരിക്കും. ഏത് ഇൻസുലേഷൻ എടുത്താലും ആ ഇൻസുലേഷൻ കമ്പാരിറ്റീവ്ലി ഗുഡ് ഇൻസുലേഷൻ ആണെങ്കിൽ റെസിസ്റ്റീവ് കറണ്ട് വളരെ ചെറുതായിരിക്കും. കപ്പാസിറ്റീവ് കറണ്ട് എമൗണ്ട് ഉണ്ടാവും. ഈ കപ്പാസിറ്റൻസ് കറണ്ട് റെസിസ്റ്റീവ് ബൈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഈവൻ വീണ്ടും അതൊരു ചെറിയ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ 100 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെർസെന്റേജിൽ പറയുന്നു. രണ്ടും കറണ്ട് ആയതുകൊണ്ട് ഇതൊരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയുമാണ്. IR കറണ്ട് ആണ്, മെഷേർഡ് ഇൻ ആംസ് ഓർ മില്ലി ആംസ്. സോ കപ്പാസിറ്റീവ് കറണ്ടും കറണ്ട് ആണ്, അതും കൊണ്ട് ഇതൊരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് എത്ര വേണം, ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ട്രാൻസ്ഫോമർ ആണ് എത്ര വേണം, ലിമിറ്റിംഗ് വാല്യൂസ് ഉണ്ട്. അത് ഞാൻ സ്റ്റാൻഡേർഡ്സ് അവസാനം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. KSEB സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സിസ്റ്റം ഓപ്പറേഷൻ സർക്കിളിൽ നിന്ന് പിയർ റിവ്യൂ നടത്തി വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് 11 kVK ആണെങ്കിൽ ഇത്ര പോവാം, 66 ആണെങ്കിൽ ഇത്ര പോവാം, 220, 400 അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ ഉണ്ട്. അപ്പൊ ബേസിക്കലി ഇതാണ് ടാൻ ഡെൽറ്റ എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഞാൻ ഫൈ എന്ന് പറയുന്ന ആംഗിളും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫൈ എന്ന് പറയുന്ന ആംഗിള്. അപ്പോ ഫൈയെ നമ്മൾക്ക് വേണമെങ്കിൽ പവർ ഫാക്ടർ ആയിട്ടും കാണാം. വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ആംഗിൾ അതാണ് പവർ ഫാക്ടർ. അപ്പോ ബാക്കി ടാൻ ഡെൽറ്റയെ ലോസ് അല്ലെങ്കിൽ ലോസ് ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയും. നമ്മളുടെ ഫൈ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ പവർ ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഫൈനെ പവർ ഫാക്ടർ എന്ന് പറയും. പവർ ഫാക്ടർ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ്. ഡെൽറ്റ എത്രമാത്രം ഡീവിയേറ്റ് ചെയ്തു എന്നുള്ള ആംഗിളാണ് വൈ ആക്സിസിൽ നിന്ന്, അതായത് കപ്പാസിറ്റീവ് കറണ്ടിൽ. ഇതാണ് പറ്റിയിട്ട് ഉള്ള ഒരു കാര്യം. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ടാൻ ഡെൽറ്റ മെഷർമെന്റ്. ഇത് അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നോർമൽ കേസിൽ കപ്പാസിറ്റൻസ് വാല്യൂം ടാൻ ഡെൽറ്റ വാല്യൂം ആണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അപ്പോ ഒരു പോളിലേക്ക് ജസ്റ്റ് ഒന്ന് പോകുന്നു. ഏത് ലോയാണ് അബൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാണാൻ കഴിയും. ഇപ്പൊ ഞാൻ ഇട്ടു റെസ്പോൺസ് തരിക. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പോള്. ഓക്കെ, ചോദ്യം ഒന്ന് പറഞ്ഞോളൂ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അബൈഡിങ് പറഞ്ഞോളൂ. അല്ലെങ്കിൽ തീരം. ഓക്കെ, അപ്പോ അതൊക്കെ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകും. ഓക്കെ, അടുത്തതായിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ടെസ്റ്റ്, ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ്. ഈ ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ് എന്ന് ആരെങ്കിലും ചെയ്തിട്ടുള്ളവരൊക്കെ കാണും. സീനിയർ എഞ്ചിനീയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോ ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ് കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. മിക്കവാറും എല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ടായിരിക്കും. എല്ലാവർക്കും സ്ലൈഡ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സ്ലൈഡ് ക്ലിയറാ. ഇടയ്ക്കത് മാറുന്നതിന് അത് ഒരു ചെറിയ നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളുണ്ടാണ്, വേറെ കുഴപ്പങ്ങളില്ലല്ലോ. താങ്ക് യു. അപ്പോ നമ്മുടെ ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെന്നോ കേട്ടിട്ടുണ്ടെന്നോ ഒന്നും ഒരു റെസ്പോൺസും വന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നു. പോകട്ടെ.
അതിലേക്ക് പോകാം. ഞാൻ ഈ ടാൻ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് മിനിമം ഇത്രയായിരിക്കും എന്ന് വല്ലതും ഉണ്ടോ? മാക്സിമം വാല്യൂ ആണ് നമ്മൾ പറയുക, ഏറ്റവും മിനിമം വാല്യൂ ആണ് നമുക്ക് ഏറ്റവും നല്ലത്. അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ബൈ സ്റ്റാൻഡേർഡ് ഓരോന്നിനും ഇത്രയായിരിക്കണം എന്നുള്ള ഇതാണ് പറയുക. ആ സ്റ്റാൻഡേർഡിന്റെ നമ്പർ ഞാൻ ഇതിന്റെ സ്ലൈഡിന്റെ അവസാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. KSEB-യിൽ നമുക്ക് വേറൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നമുക്ക് പബ്ലിഷ് ചെയ്ത് തരുന്നത് സിസ്റ്റം ഓപ്പറേഷൻസ് സർക്കിളിൽ നിന്ന്, സിസ്റ്റം ഓപ്പറേഷൻസ് C ആണ് ബേസിക്കലി അത് പബ്ലിഷ് ചെയ്യുന്നത്. ഷൈൻ കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ അടുത്ത ഇതിലേക്ക് പോകട്ടെ. യെസ്, ഗുഡ്. ആ ചോദ്യം പോൾ ക്ലോസ് ആയിട്ടെന്ന് തോന്നുന്നു. നമുക്ക് അവസാന Okay, റെസ്പോൺസ് good. നോക്കാം. നമ്മൾ Yes, ഇപ്പോൾ yes, 8:30 ആവുന്നു, അരമണിക്കൂറോടെ ഉള്ളൂ. ഓക്കെ, ഉം, ഉം. അപ്പോ Good. ഡയലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റിലേക്ക് ഞാൻ പോവാണ്. ഇതാണ് ഒരു ഡെവലപ്പ്, ഒരു പവർ യൂട്ടിലിറ്റി EDF എന്ന് പറയുന്ന ഒരു പവർ ആണ് ഈ പിന്നിലുള്ള റിസർച്ചുകൾ നടത്തി ഈ ഒരു ടെസ്റ്റ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്തത്. ടെസ്റ്റ് മെത്തേഡിന്റെ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് EDF ആണ്. EDF ഒരു ഫ്രാൻസ് ബേസ്ഡ് പവർ യൂട്ടിലിറ്റി ആണ്. അത് ഞാൻ അതിനെപ്പറ്റി യൂട്ടിലിറ്റിയെ പറ്റി കൂടുതൽ പറയുന്നില്ല. ബേസിക്കലി ടോട്ടൽ ബിസിനസിന്റെ 10% R&Dക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു പവർ യൂട്ടിലിറ്റിയാണ്. അത് വേൾഡിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള യൂട്ടിലിറ്റീസ് അങ്ങനെ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മള് കണ്ടുപിടിക്കുന്നത് അപ്പോ അത് ആണ്. കപ്പാസിറ്റൻസ് ഗ്രേഡഡ് ഇൻസുലേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ബുഷിങ്. പല ലേയേഴ്സ് ഉണ്ടാവും ഇതിനകത്ത്. ഏതെങ്കിലും ഒരു അത് നമുക്ക് തിരിച്ചറിയാൻ മാർഗമൊന്നുമില്ല. നോർമൽ കേസിൽ അതിന്റെ ചുറ്റുമുള്ള ലേയേഴ്സ് ഹൈ റെസിസ്റ്റീവ്, അതായത് റെസിസ്റ്റീവ് കറന്റിനെ പെർമിറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എടുത്താലും DAR എടുത്താലും പോളറൈസേഷൻ ഇൻഡെക്സ് എടുത്താലും അത് ക്ലിയർ ആയിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. കുറച്ച് ചിലപ്പോൾ വളരെ ചെറിയ ഒരു ഇൻഫർമേഷൻ മാത്രമായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ ടാൻ ഡെൽറ്റ മെഷർമെന്റിൽ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റിയുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ടാൻ ഡെൽറ്റ മെഷർമെന്റിൽ ഒരു ബുഷിങ് അല്ലെങ്കിൽ ഒരു ഗ്രേഡഡ് ഇൻസുലേഷൻ, കണ്ടൻസർ ഗ്രേഡഡ് ഇൻസുലേഷൻ ടാൻ ഡെൽറ്റ മെഷർമെന്റ് വാല്യൂ കിട്ടുന്നത് ഹൈ ആണെങ്കിൽ, അല്ലെങ്കിൽ എബവ് പെർമിസിബിൾ ലിമിറ്റ് ആണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രം ഓപ്ഷൻ ആണ് നമുക്കുള്ളത്. കാരണം അതിനെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള വേറെ മെത്തേഡ് ഇല്ല. ചിലപ്പോൾ കിറ്റിന്റെ പ്രശ്നമാവും, സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാവും, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. എന്നാൽ പോയി അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമുക്കതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പൊ ഇവിടെ ഈ ടെസ്റ്റിന്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് പറയുന്നത് പോളറൈസ് ചെയ്ത കറണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസുലേഷൻ ഇത് ബേസിക്കലി ഇൻസുലേഷൻ DC ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. ഈ DC ബേസ്ഡ് ടെസ്റ്റിൽ നമ്മൾ DC വോൾട്ടേജ് കൊടുക്കുന്നു, കൊടുത്തിട്ട് പോളറൈസേഷൻ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അതായത് 10 മിനിറ്റ് കൊണ്ട് പോളറൈസേഷൻ തീരുമെന്ന് നമ്മൾ മനസ്സിൽ കണ്ടിട്ടാണ് പോളറൈസേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു റേഷ്യോ, ഒരു ഡയമെൻഷൻലെസ് ഇൻഡെക്സ് നമ്മൾ ഉണ്ടാക്കിയത്. അതും ചെയ്യുന്നില്ല. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? തീരണം. പിന്നെ അവിടെ ഉള്ളത് ഒരു പോളറൈസേഷൻ തീർന്നു, കപ്പാസിറ്റീവും ചാർജിങ് കറണ്ട് ആദ്യം തീരും, പോളറൈസേഷൻ അതിനുശേഷം തീരും. പിന്നെ അപ്പൊ ഈ രണ്ട് കപ്പാസിറ്റീവ് തീർന്നു കഴിഞ്ഞാൽ, അതിന്റെ കറണ്ടിലുള്ള ഇൻഫ്ലുവൻസ് തീർന്നാൽ പിന്നെ ഉള്ളത് റെസിസ്റ്റീവ്. അപ്പൊ പ്യുവർ റെസിസ്റ്റീവ് ആയിട്ടുള്ള കറണ്ട് ചെയ്യുന്നോ അതുവരെ ഇതിനെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. അപ്പോ വെയിറ്റ് ചെയ്യുന്നത് 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് കണക്ട് ചെയ്തിട്ടേക്കും. അപ്പോ നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. നമ്മൾ നേരത്തെ ഉള്ള ഇക്വലന്റ് സർക്യൂട്ട് ഒന്ന് ആലോചിക്കുക. ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോളറൈസേഷൻ പാർട്ട് കംപ്ലീറ്റ്ലി തീരുന്നു. പിന്നെ ഉള്ളത് റെസിസ്റ്റീവ് പാർട്ടാണ്. അപ്പൊ റെസിസ്റ്റീവ് പാർട്ട് എത്രയാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇനി നമുക്ക് തിരിച്ച് പോളറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടണമല്ലോ.
കുറച്ച് റെസിസ്റ്റീവില് കുറച്ച് ഡ്രോപ്പ് ഉണ്ടാവും, പക്ഷെ ബാക്കിയുള്ള എനർജി നമുക്ക് തിരിച്ചു കിട്ടണം. തിരിച്ചുള്ള ഡിസ്ചാർജ് പാത്തിൽ കൂടെ ഉള്ള കറണ്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കണം. അപ്പൊ ഡിസ്ചാർജ് പാത്തിന് വേണ്ടി നമ്മൾ പുറത്തൊരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഡിസ്ചാർജ് ചെയ്യും. ആ ടൈം കോൺസ്റ്റന്റ് എല്ലാം ആ റെസിസ്റ്റർ ഡിപ്പെൻഡന്റ് ആണ്. അപ്പോ നമുക്ക് കറണ്ട് ഡിസ്ചാർജ് പാത്തിലെ കറണ്ട് മെഷർ ചെയ്യണം. അതായത് തിരിച്ച് ഈ പറയുന്ന വോൾട്ടേജ് സോഴ്സ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന ഡിസ്ചാർജ്, അതിനകത്ത് റെസിസ്റ്റേഴ്സ് ഉണ്ട്, കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അപ്പൊ അതിന് ഡിഫറെന്റ് ടൈം കോൺസ്റ്റന്റ്സ് ഉണ്ടാവും. അതിനകത്തോടെ എല്ലാം ഡിസ്ചാർജ് നടക്കും. ഈ ഡിസ്ചാർജ് നടക്കുന്നത് ഇതാണ്. ഒരു ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരച്ചിരിക്കുന്നു. ഒരു ഇൻസുലേഷൻ ആണ്. അപ്പോ നേരത്തെ കണ്ട സർക്യൂട്ട് തന്നെയാണ്. ആ ലീക്കേജ് കറണ്ടിന്റെ റെസിസ്റ്റർ ആണ് R11, R12 എന്ന് പറഞ്ഞ 5 ലെയറിലും ഓരോ ഇതുണ്ട്. ലീക്കേജ് കറണ്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റെസിസ്റ്റർ ഉണ്ട്, മെയിൻ കപ്പാസിറ്റൻസ് ഉണ്ട്, അതുപോലെ പോളറൈസേഷന് വേണ്ട അറേഞ്ച്മെന്റും ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ ലീക്കേജ് കറണ്ട് ഈ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഇങ്ങനെ ഡിസ്ചാർജ് നടക്കും. ഞാൻ ഒന്നുകൂടി അനോട്ടേഷൻ എടുക്കാം. സ്ലൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സ്ലൈഡ് മൂവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. സ്ലൈഡ് മൂവ് ചെയ്തിട്ടില്ല. ഡയലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റിനെ കാണുന്നത് ഇത് തന്നെയാണോ? ഈ ഇപ്പൊ കറക്റ്റ് ആയി, ക്ലിയർ ആയി. ഇപ്പം 5 ലെയർ കാണുന്നത്. അപ്പോ ഈ പറയുന്ന 5 ലെയറില് ഇത് നമ്മളുടെ റെസിസ്റ്റീവ് കറണ്ടിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, അതിനുശേഷം പോളറൈസേഷന്റെ കോമ്പണന്റ്. ഇങ്ങനെ 5 ലെയറിൽ 5 ഇൻഡിപെൻഡന്റ് ഇതുപോലുള്ള നെറ്റ്വർക്ക് ഉണ്ട്. അതെല്ലാം സീരീസ് ആയിട്ടായിരിക്കും നിൽക്കുക. ഇതാണ് ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്, കണ്ടൻസർ ഗ്രേഡഡ് ഇക്വലന്റ് ഇൻസുലേഷൻ. അപ്പൊ നമുക്ക് ടെസ്റ്റ് വോൾട്ടേജ് ഞാൻ വിഡ്രോ ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് ടെസ്റ്റ് വോൾട്ടേജ് വിഡ്രോ ചെയ്യുന്നു. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയെല്ലാം ഈ പറയുന്ന ഡിസ്ചാർജസ് നടക്കും. ഇവിടെ ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് ഇവിടെ പോളറൈസേഷന്റെ ബ്രാഞ്ച്, കാരണം അവിടെ റെസിസ്റ്റൻസ് കൂടുതലുണ്ട്, അതുകൊണ്ട് ടൈം കോൺസ്റ്റന്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് വളരെ പതുക്കെയായിരിക്കും നടക്കുക. അപ്പോ കൂടുതൽ പോളറൈസ് ആയിട്ടുള്ള ഏതെങ്കിലും ലെയർ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം എടുത്തേ അത് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ വേറെ ഡിസ്ചാർജ് ചെയ്യാൻ പാത്തൊന്നും കൊടുക്കുന്നില്ല, ഈ പറയുന്ന വോൾട്ടേജ് അങ്ങ് റിമൂവ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോ അതിന് വോൾട്ടേജ് റിമൂവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വെയിറ്റ് ചെയ്തു 30 മിനിറ്റ്. 30th മിനിറ്റിൽ എത്രയാണ് കറണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്നുള്ളത് പിടികിട്ടി. നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് വിഡ്രോ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ മെഷർ ചെയ്തു. ഇനി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്ന് നോക്കി. കാരണം കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരണം ലീഡ്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു പാത്ത് വഴി അത് ഡിസ്ചാർജ് ചെയ്തു പോകും. അതുകൊണ്ട് വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്തു. 1 മിനിറ്റിലെ വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് കറണ്ട് I is equal to V/R. R നമ്മൾ നേരത്തെ 30th മിനിറ്റിൽ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് 1 മിനിറ്റിലെ റീ അബ്സോർപ്ഷൻ കറണ്ട് എന്നാണ് പറയുന്നത്. പോളറൈസേഷന് വേണ്ടിയിട്ട് അബ്സോർപ്ഷൻ കറണ്ട് ഉണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് റീ അബ്സോർപ്ഷൻ കറണ്ട് ആയിട്ടാണ്. ആ റീ അബ്സോർപ്ഷൻ കറണ്ട് നമ്മൾ മില്ലി ആംപ്സിൽ എടുക്കുന്നു. അതിനുശേഷം ഈ ഇക്വേഷൻ ഉപയോഗിച്ച്, ഇതാണ് എന്റെ ഫൈനൽ ഇക്വലന്റ് സർക്യൂട്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് 1 മിനിറ്റിലെ കറണ്ട് ഇൻ മില്ലി ആംസ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് ഇൻ ഫാരഡ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് വോൾട്ടേജ് ഇൻ വോൾട്ട്സ്. അതായത് വോൾട്ടേജ് ഏതാണ് 30th മിനിറ്റിൽ നമ്മൾ വിഡ്രോ ചെയ്ത വോൾട്ടേജ് ഏതാണെന്നുള്ളതാണ് ആ വോൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി എന്ന് പറയുന്നത് ഇക്വലന്റ് കപ്പാസിറ്റൻസ് അറ്റ് 30th മിനിറ്റ്, അതായത് വോൾട്ടേജ് സോഴ്സ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ളത്. അപ്പൊ ഇങ്ങനെ ടൈം എവിടെയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഈ റേഷ്യോയിൽ ഒരു മാറ്റം വരും. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് നോക്കുക. ഈ കറണ്ട് നമ്മൾ 1 മിനിറ്റ് ആകുമ്പോഴേക്കും കറണ്ട് 0 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഇക്വേഷൻ നോക്കിയാൽ മതി. 1 മിനിറ്റ് ആകുമ്പോഴേക്കും കറണ്ട് 0 ആയെന്ന് വിചാരിക്കുക. സ്ലൈഡ് മാറിയിട്ടില്ല.
ഇക്വേഷൻ. സർക്യൂട്ട് ഇക്വലന്റ് സർക്യൂട്ട് കാണുന്നുണ്ട്, പക്ഷെ ഇക്വേഷൻ കാണുന്നില്ല. റൈറ്റ് സൈഡിലെ ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ് കാണുന്നുണ്ടോ? ഇപ്പം കാണുന്നത് ഡയലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ് നമ്മുടെ ഇപ്പൊ വന്നു. ശരി. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോ ഈ 1 മിനിറ്റിലെ കറണ്ട് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ്. അപ്പോ ബേസിക്കലി സി വി എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, 1 മിനിറ്റിലെ കറണ്ട്. അത് നമ്മൾ ഇൻഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഈ റേഷ്യോ ശ്രദ്ധിച്ചു നോക്കാം. 1 മിനിറ്റ് എത്തിയപ്പോൾ ഈ കറണ്ട് 0 ആയിരുന്നെങ്കിൽ ഈ ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റിന്റെ ഇൻഡെക്സ് വാല്യൂ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് തന്ന വാല്യൂ 0 ആയിരുന്നു. അപ്പൊ നമ്മൾ 1 മിനിറ്റ് മുമ്പ് ഈ ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ ഇല്ലായിരുന്നു. പോളറൈസേഷൻ കറണ്ട് അല്ലേ കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പൊ പോളറൈസേഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പോ ഈ ടെസ്റ്റിൽ 1 മിനിറ്റ് അതായത് നമ്മുടെ ടെസ്റ്റ് വോൾട്ടേജ് വിഡ്രോ ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി മെഷർ ചെയ്യുന്നത് വോൾട്ടേജ് ആയിട്ടാണ്. അങ്ങനെ കറണ്ട് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജിങ് വീണ്ടും സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും മുന്നേ വോൾട്ടേജ് കൊടുത്തപ്പോൾ നടന്നിരുന്നു. പോളറൈസേഷൻ നടക്കുന്നത് മോയ്സ്ചർ ഇൻഗ്രസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ മോയ്സ്ചർ ഇൻഗ്രസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഈ റെസിസ്റ്റീവ് കറണ്ട് കൂടണമെന്നില്ല. റെസിസ്റ്റീവ് കറണ്ട് ബൈ കപ്പാസിറ്റീവ് കറണ്ട് ആണ് ടാൻ ഡെൽറ്റ. അപ്പൊ റെസിസ്റ്റീവ് കറണ്ട് കൂടുന്നത് ഐദർ പോളറൈസേഷൻ അല്ലെങ്കിൽ പെർമനന്റ് ഫെയിലിയർ, ഈ പറയുന്ന ലെയറിനുള്ളിൽ ഡിഗ്രഡേഷൻ, പെർമനന്റ് ഡിഗ്രഡേഷൻ ഉണ്ടായാലും ടാൻ ഡെൽറ്റ വാല്യൂ കൂടുതലാവാം. പക്ഷെ അത് മോയ്സ്ചർ ആണോ ഡിഗ്രഡേഷൻ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ ആ ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, അതാണ് ഞാൻ ബേസിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ പോളറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം നമുക്ക് ഈ ഡിസ്ചാർജ് കറണ്ട് അവിടെ ഉണ്ടാവും. ആ ഡിസ്ചാർജ് കറണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡെക്സിംഗിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആണ്. ഞാൻ സ്ലൈഡ് മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല മാറി. ഓക്കെ. അപ്പോ ഐഡിയൽ ആണെങ്കിൽ ഈ വാല്യൂ 0 ആണ് കിട്ടുന്നത്, ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് വാല്യൂ. ഗുഡ് ഇൻസുലേഷൻ ആണെങ്കിൽ ലെസ് ദാൻ 2. 4 അഗൈൻ ക്വസ്റ്റ്യനബിൾ. 4 to 7 പൂർ ആണ്. ഗ്രേറ്റ് ആണെങ്കിൽ ബാഡ് ആണ്. അപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗുഡ് കണ്ടീഷൻ ഞാൻ ഇവിടെ വീണ്ടും റൈറ്റ് സൈഡിലെ ഈ പറയുന്ന പർട്ടിക്കുലർ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ലെസ് ദാൻ 2 ആണ്. അപ്പൊ 2 നമ്മുടെ ബോർഡർ വാല്യൂ വരണമെങ്കിൽ എത്ര കറണ്ട്, ഡിസ്ചാർജ് കറണ്ട് എത്ര വരാം 1 മിനിറ്റിൽ എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ടെസ്റ്റ് വോൾട്ടേജ് ഞാൻ കെപ്റ്റ് കോൺസ്റ്റന്റ് ആസ് 5 kV. ഇപ്പൊ നോർമൽ കേസിൽ നമ്മളുടെ ഒരു ബുഷിംഗ് എടുക്കുകയാണെങ്കിൽ, ട്രാൻസ്ഫോമറിന്റെ ബുഷിംഗ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ്, ഇക്വലന്റ് കപ്പാസിറ്റൻസ് അറൌണ്ട് 250 പൈക്കോഫാരഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ 250 പൈക്കോഫാരഡ് ആണെങ്കിൽ നമുക്ക് വരാവുന്ന മില്ലിയാംപിയർ കറണ്ട്, അതായത് DD റിസൾട്ട് 2 കിട്ടാനായിട്ട് 1 മിനിറ്റിന് ശേഷം വരാവുന്ന കറണ്ട് എന്ന് പറയുന്നത്, റീഅബ്സോർപ്ഷൻ കറണ്ട് എന്ന് പറയുന്നത് 0.0025 മില്ലി ആംസ് ആണ്. അത് തന്നെ ഇവിടെ ഞാൻ 1 മൈക്രോഫാരഡ്. സ്ലൈഡ് മാറിപ്പോയി പഴയതിലേക്ക് വന്നു. അതോ ടേബിൾ വന്നില്ല? ഈക്വലന്റ് സർക്യൂട്ട് ഉള്ളത് ഇല്ല വന്നിട്ടില്ല. അല്ല, അത് എത്തിയിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. നേരത്തെ റിട്ടേൺ പോയതാ. ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ് സ്ലൈഡ് ആണ് വന്നത്. വന്നില്ല. അത് വന്നിട്ട് തിരിച്ചുപോയി. അത് വന്നിട്ട് തിരിച്ചു പോയതാണ്. ഓക്കെ. വന്നു. ഓക്കെ.
വരുന്നത് ബേസിക്കലി നമ്മുടെ ഒരു ബുഷിങ്ങിന്റെ ടിപ്പിക്കൽ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 250 പൈക്കോഫാരഡ് ആയിരിക്കും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 66 kV അല്ലെങ്കിൽ 110 kV ബുഷിങ്ങിന്റെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് വാല്യൂ 250 പൈക്കോഫാരഡ് ആയിരിക്കും. ടെസ്റ്റ് വോൾട്ടേജ് ഞാൻ 5 kV ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് 1 മിനിറ്റിന് ശേഷം 0.0025 മില്ലി ആംബിയർ വരെ പോയാലും ഈ DD ടെസ്റ്റ് റിസൾട്ട് 2 താഴെ ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ലാർജ് മെഷീനിലേക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ഇടുക്കി ജനറേറ്ററിലേക്ക് വരികയാണെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1 മൈക്രോഫാരഡ് ആണ്. 1 മൈക്രോഫാരഡ് ആണെങ്കിൽ നമുക്ക് 10 മില്ലി ആംസ് വരെ 1 മിനിറ്റ്. അപ്പോ ആലോചിച്ചാൽ മതി, അത്യാവശ്യം മോയ്സ്ചർ ഉള്ള സമയത്ത് ഒരു ടെസ്റ്റിംഗ് കഴിഞ്ഞ് റീ അബ്സോർപ്ഷൻ കറണ്ട് എന്ന് പറയുന്നത് ഡിസ്ചാർജ് പാത്ത് കിട്ടിയാൽ ഇതിലെ വേണമെങ്കിലും ഡിസ്ചാർജ് ആവും, എവിടെ വേണമെങ്കിലും ഡിസ്ചാർജ് ആവും. അവിടെ നമ്മൾ പോയി പിടിക്കുകയാണെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാതെ പോളറൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ഷോക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം 10 മില്ലി ആംബിയർ ഉണ്ടെങ്കിൽ പോലും വളരെ നല്ല റിസൾട്ട് ആണ് ഇവിടെ കിട്ടുക. DD റിസൾട്ട് 2 ആണ്. അപ്പോൾ അത് ഇപ്പോ ജനറേറ്ററിൽ വർക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, മൂലവരത്ത് വർക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, അവർക്കെല്ലാം അറിയാം. ഈ പറയുന്ന ഇൻസുലേഷൻ റെസിസ്റ്റൻസിന് ശേഷം ഈവൻ നമ്മൾ സോഴ്സ് വിഡ്രോ ചെയ്ത് പോന്നിട്ട് ഈവൻ ആഫ്റ്റർ അവേഴ്സ് ചെല്ലുമ്പോഴും അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിങ് നമ്മൾ നോർമൽ കേസിൽ യൂസ് ചെയ്യാറില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ടാൻ ഡെൽറ്റ മെഷർമെന്റ് നടത്തി ഒരു മോശമാണ് അല്ലെങ്കിൽ ബ്രിമ്മിൽ പോയ ഒരു ഇൻസുലേഷനിൽ ഇത് ചെയ്തു നോക്കിയാൽ നമുക്ക് ഇതിന്റെ ആക്ച്വൽ കാരണം മോയ്സ്ചർ ആണോ അതോ പെർമനന്റ് ഡീഗ്രഡേഷൻ സംഭവിച്ചാണ്. 2 കേസിലും നമുക്ക് ടാൻ ഡെൽറ്റ വാല്യൂ കൂടുതലായിട്ട് കിട്ടാം. മോയ്സ്ചർ ആണെങ്കിൽ ഈ മോയ്സ്ചറിനെ നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ പുറത്ത് ചാടിക്കാനുള്ള വിദ്യകൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബേസിക്കലി ഞാൻ പറഞ്ഞത് നമുക്ക് മാറ്റി വെക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു റവന്യൂ ലോസിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ DD എന്ന് പറയുന്ന ടെസ്റ്റിങ്. അത് ലിമിറ്റിംഗ് വാല്യൂസിനെ വെച്ചിട്ട് ഞാൻ ഒരു ഗ്രാഫ് ചെയ്തിരിക്കുന്നതാണ്. സ്ലൈഡ് ചേഞ്ച് ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ കാണുന്ന 2-ന് നേരെ കാണുന്ന ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ DD-യെ ലിമിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ആണ് ഈ ലീനിയർ ആയിട്ട് കാണുന്ന ലൈൻ. ബേസിക്കലി ഈ ഓറഞ്ച് ലൈൻ കാണുന്നത് കറണ്ട് ആണ്. ടെസ്റ്റ് വോൾട്ടേജ് ആണ് മൂന്നാമത് നമ്മളുടെ ബ്ലൂ കളറിൽ കാണുന്നത്. അത് പിന്നീട് നോക്കിക്കോളുക. ലിമിറ്റിംഗ് വാല്യൂസ് നമ്മൾ നേരത്തെ കാണിച്ച ടേബിൾ തന്നെ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു പുതിയ ഒരു, അതായത് നമ്മൾ നോർമലി നമ്മുടെ യൂട്ടിലിറ്റിയിൽ ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു ടെസ്റ്റ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് ഞാൻ ഈ ഇൻസുലേഷൻ ടെസ്റ്റിംഗിൽ വിചാരിച്ചത്. ഈ 1-2 ചെറിയ നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ് വെച്ചിട്ട് ഹെൽത്തിനെസ് എൻഷുർ ചെയ്യാൻ പറ്റുന്ന കേസ് അത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് കൊണ്ട് തീർക്കാം. അതും കൂടെ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ക്ലിയർ ആയെന്ന് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ ആരെയും കാണുന്നില്ല, അപ്പോ കൺവേ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കൺവേഡ് ആയോ എന്നറിയാനായിട്ട് ഒരു ഒന്നുകൂടെ ഒരു ഒരു 5 മിനിറ്റ് കൊടുത്തോട്ടോ. ഓപ്ഷൻ 5 മിനിറ്റ് കൊടുക്കാൻ വന്നിട്ട് റെസ്പോൺസ് പതുക്കെ വരട്ടെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഓക്കെ, ഫോളോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ റിസൾട്ട് ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ. എനിക്ക് നോക്കട്ടെ. അല്ല, എന്റെ കയ്യിൽ നിന്നും പോയി, അതുകൊണ്ട് കുഴപ്പമില്ല. മാക്സിമം ആൾക്കാർ ആൻസർ ചെയ്തത് ഓംസ് ലോ ആയിരുന്നു. അടുത്ത ചോദ്യം ഒന്ന് പറയാവോ? അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് കേൾക്കാൻ സാധിക്കും. How long the test voltage applied in DD test എന്നാണ് to ensure the polarization is ഒന്ന് എൻഷുർ ചെയ്യാനായിട്ട് DD ടെസ്റ്റിലെ ടെസ്റ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കാണാത്ത ആൾക്കാർ മോർ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. മോർ ഓപ്ഷൻസിൽ പോളിംഗ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും.
ഹരി കണ്ടിന്യൂ ചെയ്തോളൂ, ആൾക്കാർ പോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്തത് വേറെ ഒന്നുമില്ല. നമ്മളുടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന മെഗറിലെല്ലാം അല്ലെങ്കിൽ ഇൻസുലേഷൻ ടെസ്റ്റേഴ്സിലെല്ലാം ഉള്ള ടെസ്റ്റാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. ഇലക്ട്രിക് ഡിസിപ്പേഷൻ ഡിസ്ചാർജ് ടെസ്റ്റ് നല്ല കമ്പനികളുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർമെന്റ് കിറ്റുകളിലെല്ലാം ഉണ്ടാവും. സോണല്, അതുപോലെ മെഗർ, ഫ്ലൂക്ക്, ഇതിലെല്ലാം ഈ DD ടെസ്റ്റ് ഉള്ളതാണ്. അതിൽ തന്നെ നമുക്ക് ഉള്ള ഒരു രണ്ട് ടെസ്റ്റ് മെത്തേഡ് കൂടെ ഞാൻ പറയാം. ഒന്ന് ടെസ്റ്റ് ആണ്. സ്റ്റെപ്പ് വോൾട്ടേജ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഇൻസുലേഷൻ ആയാലും വോൾട്ടേജിനനുസരിച്ച് അതിന്റെ ഇൻസുലേഷന്റെ റെസിസ്റ്റൻസ് മാറാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് വോൾട്ടേജ് ചെയ്യുന്നത്. സ്റ്റെപ്പ് നോർമലി ഹൈ വോൾട്ടേജ് ടെസ്റ്റ്, അതായത് PI ഏത് വോൾട്ടേജിലാണോ ചെയ്തത് അവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം പറയുന്നത്. സ്റ്റെപ്പ് തുടങ്ങണം. അപ്പോ നോർമൽ ചെയ്യുന്നത് 5 സ്റ്റെപ്പായിട്ടാണ്. അതായത് 1/5 ഓഫ് ദി മാക്സിമം ടെസ്റ്റ് വോൾട്ടേജ് അതായിരിക്കും സ്റ്റെപ്പിന്റെ ഒരു. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ 5 kV ആണ് ടെസ്റ്റ് വോൾട്ടേജ് ഫൈനൽ സ്റ്റെപ്പ് വോൾട്ടേജ് ഫിക്സ് ചെയ്യുന്നത്, ടെസ്റ്റ് വോൾട്ടേജ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഓരോ സ്റ്റെപ്പും 1 kV ഈച്ച് ആയിരിക്കും. ആ ഓരോ സ്റ്റെപ്പും അപ്ലൈ ചെയ്യുന്നത് 1 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ 1 kV 1 മിനിറ്റ് അപ്ലൈ ചെയ്യുന്നു. ആ 60th സെക്കൻഡില് ആ 1 kV 2 kVയിലേക്ക് മാറുന്നു. വീണ്ടും 2 kV to 3 kV, 3 kV to 4, 4 to 5, ഇങ്ങനെ സ്റ്റെപ്പായിട്ടായിരിക്കും പോവുക. ഓരോന്നും ഓരോ മിനിറ്റ് ഡ്യൂറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ മിനിറ്റിലും നമ്മൾ ഈ കറണ്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അതായത് മാറി എന്ന് കരുതി തിയറി പ്രാക്ടിക്കലി അങ്ങനെ സംഭവിക്കില്ല. അപ്പോ ഓരോ സ്റ്റെപ്പിലും 5% കൂടുതൽ താഴാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് ശരിക്കും സ്റ്റാൻഡേർഡ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെസ്റ്റ് വോൾട്ടേജിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസും ഫൈനൽ ടെസ്റ്റ് വോൾട്ടേജിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസും അതിനിടയിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. ഇത് നമുക്ക് വേരി ചെയ്യാൻ പാടില്ല. കൂടുകയാണെങ്കിൽ കുഴപ്പമില്ല, നോർമലി കൂടുന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ നോർമൽ കേസിൽ കൂടാറുമില്ല. 25% കുറയാൻ പാടില്ല, 25% വരെ കുറയാം. ഫോർ എക്സാമ്പിൾ 1 kV നമുക്ക് കിട്ടിയത് 1000 മെഗോം ആണെങ്കിൽ 5 kV കിട്ടിയത് 750 മെഗോം ആണെങ്കിലും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, ഇൻസുലേഷൻ അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ എപ്പോഴെങ്കിലും ക്രിട്ടിക്കലി ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് എടുത്തിട്ട് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം സ്റ്റേഷനിൽ വരികയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന എടുത്ത് നോക്കാം, PI എടുത്ത് നോക്കാം, PIയും ബ്രിമ്മിലാണ്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റിലേക്ക് പോവാം. ഡൈഇലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ് കുറച്ചുകൂടെ സമയം എടുക്കും, 31 മിനിറ്റ് എടുക്കും ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ആവാൻ. അത്രയും സമയം നമുക്കില്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് വോൾട്ടേജ് ഒന്ന് ചെയ്തു നോക്കിയാൽ ഇതിന്റെ ഒരു നേച്ചർ ഏകദേശം പിടികിട്ടും. അപ്പോ അതാണ് ടെസ്റ്റിൽ പറയാനുള്ള കാര്യം. ഇത് ട്രാൻസിഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ കറണ്ടിന്റെ ട്രാൻസിഷൻ. കറണ്ട് ഒരു അനലോഗ് നേച്ചർ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും ചാർജിങ് കറണ്ടിലേക്ക് വീണ്ടും പോകും. അതുകൊണ്ടാണ് കുറച്ചുകൂടെ കറണ്ട് ഹൈ ആയിട്ട് വീണ്ടും ലോയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതായിരിക്കും കറണ്ടിന്റെ ഒരു നേച്ചർ. അതാണ്. പിന്നെ സ്റ്റാൻഡേർഡ് IECയും രണ്ടാണ് പറയുന്നത്. ISOയില് 10% വരെ നോൺ ലീനിയാരിറ്റി ഓരോ സ്റ്റെപ്പിലും അംഗീകരിക്കാം. പക്ഷെ ഫൈനൽ അതായത് ഇനിഷ്യൽ ടെസ്റ്റ് വോൾട്ടേജിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂയും ഫൈനൽ ടെസ്റ്റ് വോൾട്ടേജിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂയും തമ്മിൽ 25% പറ്റുള്ളൂ, 25% ഡീവിയേഷൻ പറ്റുള്ളൂ എന്നുള്ളത് അതിലും പറയുന്നത്. അപ്പൊ 25% നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇനിഷ്യൽ ടെസ്റ്റ് വോൾട്ടേജിൽ കിട്ടുന്ന IR വാല്യൂവിനേക്കാളും 25% വരെ കുറവാണെങ്കിൽ ഫൈനൽ ടെസ്റ്റ് വോൾട്ടേജിലെ വാല്യൂ എങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് സ്റ്റെപ്പ് വോൾട്ടേജ് ടെസ്റ്റിന്റെ ഒരു വോൾട്ടേജ് ടെസ്റ്റ് ആണ്. ഇത് സ്റ്റെപ്പ് വോൾട്ടേജ് ടെസ്റ്റിന്റെ വേറൊരു വേർഷൻ ആണ്. കാരണം ഇവിടെ നമ്മളുടെ ഒരു ജാറിങ് ക്വാണ്ടം ലീപ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് പെട്ടെന്ന് ചാടി പോകുന്ന, അതായത് 60 സെക്കൻഡ് വരെ അങ്ങനെ നിൽക്കുന്നു, 60 സെക്കൻഡില് ഇമ്മീഡിയറ്റ്ലി അടുത്ത സ്റ്റെപ്പിലേക്ക് ജമ്പ് ചെയ്യുന്ന ആ ജമ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ശരിക്കും റാമ്പ് വോൾട്ടേജ് ടെസ്റ്റ്.
റാമ്പ് വോൾട്ടേജ് ടെസ്റ്റിൽ ചെയ്യുന്നത് നേച്ചർ, നമ്മളുടെ സ്റ്റെപ്പ് വോൾട്ടേജ് ടെസ്റ്റിന്റെ നേച്ചർ തന്നെയാണ് ചെയ്യുന്നത്. ഈ ട്രാൻസിഷൻ വളരെ സ്ലോ ആണ്. അതായത് DV കണ്ടിന്യൂസ്ലി സ്ലൈഡ് വന്നിട്ടില്ല. ഓക്കെ സാർ. സാറേ ഇല്ല. ഇല്ല. ഇപ്പോ ഇല്ല. ഓക്കെയാണ്. ശരിയായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് വിത്ത് വീണ്ടും തിരിച്ചു പോയി. അത് തിരിച്ചുപോയി. വന്നു. ഇപ്പൊ ഓക്കെ. അപ്പോ റാമ്പ് വോൾട്ടേജ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഈ ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുക. അതായത് ചെയ്യുക. നേരത്തെ 60 സെക്കൻഡിൽ എത്തിയപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ ആയിരുന്നു. ആ ട്രാൻസിഷൻ ഒഴിവാക്കുന്നു. ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ ഈ വോൾട്ടേജ്, ടെസ്റ്റ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പെർമിറ്റഡ് ടെസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്, ടെസ്റ്റ് വോൾട്ടേജിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് dV/dt = 1 kV per minute ആണ്. 1 kV 1 മിനിറ്റിൽ. അങ്ങനെയുള്ള സ്റ്റെപ്പിലാണ് പോവുക. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ആവും. നേരത്തെ നമ്മുടെ സ്റ്റെപ്പ് വോൾട്ടേജ് ടെസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആവും. പക്ഷെ അതിനിടയ്ക്ക് 5 അബ്രപ്റ്റ് ട്രാൻസിഷൻസ് ടെസ്റ്റ് വോൾട്ടേജിൽ അവിടെ ഉണ്ടായിരുന്നു. അത് ഇൻസുലേഷനെ കുറച്ച് ഡിസ്ട്രക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന റാമ്പ് വോൾട്ടേജ്, കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിൽ റാമ്പ് വോൾട്ടേജ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്റ്റെപ്പ് വോൾട്ടേജ് ടെസ്റ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. സെയിം കണ്ടീഷൻ വെച്ച് തന്നെയാണ് ഇതിനെ അനലൈസും ചെയ്യുക. അപ്പോൾ ഇതാണ് റാമ്പ് വോൾട്ടേജ് ടെസ്റ്റ്. തീരെയാണ് പ്രസന്റേഷൻ. നെക്സ്റ്റ് വൺ, നമ്മളുടെ ഈ പറയുന്ന എല്ലാ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററിലും 2 മോഡുകളാണ് ഉള്ളത്. ബേസിക്കലി ടെസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു മോഡിലായിരിക്കും. ഒന്ന് ആണ്, അതായത് എന്തെങ്കിലും കാരണവശാൽ ഒരു ബ്രേക്ക് ഡൗൺ ഇൻ ഇൻസുലേഷൻ, ഈ എക്യുപ്മെന്റിന്റെ ശ്രദ്ധ, നമ്മൾ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടിൽ പെട്ടെന്ന് ഒരു ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മോഡ്. വിഡ്രോ ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റർ അതിന്, ഇതാണ് ബ്രേക്ക് ഡൗൺ മോഡ് എന്ന് പറയുന്നത്. സ്ലൈഡ് വന്നിട്ടില്ല. ഓക്കെ. ഇല്ല, വന്നിട്ടില്ല. ഓക്കെ. അപ്പോ ആ ബ്രേക്ക് ഡൗൺ മോഡിന്റെ ായിരിക്കും നമ്മൾ നോർമൽ കേസിൽ ഓപ്പറേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ നോർമൽ മോഡ് ഓഫ് ഓപ്പറേഷൻ. അതായത് എപ്പോഴെങ്കിലും ഒരു സഡൻ ഇൻക്രീസ് ഇൻ കറണ്ട് നോട്ടീസ് ചെയ്താൽ, ഇതാണ് നമ്മളുടെ ബ്രേക്ക് ഡൗൺ മോഡിലെ ഓപ്പറേഷൻ. നമ്മുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററിന്റെ മോഡാണ് ഞാൻ പറയുന്നത്. രണ്ടാമതൊരു മോഡ് കൂടി ഉണ്ട് നമുക്ക്. അതിന് പറയുന്ന പേരാണ് ബേൺ മോഡ്. ബേൺ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഇൻസുലേഷൻ, ഈ ഫെയിലിയർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ പർപ്പസ്ഫുള്ളി നമ്മൾ കത്തിച്ച് നോക്കുന്ന മോഡാണ് ബേൺ മോഡ് എന്ന് പറയുന്നത്. വോൾട്ടേജ് സോഴ്സ് വിഡ്രോ ചെയ്യില്ല. വോൾട്ടേജ് സോഴ്സ് അങ്ങനെ തന്നെ നിർത്തും. കറണ്ട് മാക്സിമം ഡ്രോ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ നമുക്കൊരു ട്രാക്ക് കിട്ടുന്നത് വരെ, കാർബൺ ട്രാക്ക് കിട്ടുന്നത് വരെ, എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ തന്നെ മാനുവലി ഈ വോൾട്ടേജ് വിഡ്രോ ചെയ്യണം. അപ്പോൾ ആ ഒരു കാർബൺ ട്രാക്ക് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന മോഡാണ് ബേൺ മോഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് കത്തിച്ച് നോക്കാനുള്ള ജ്ഞാനവും നമ്മളുടെ എല്ലാ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററിലുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ കയ്യിലിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് എഫക്റ്റീവ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷന്റെ മെയിൻ്റനൻസിൽ കുറച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും പ്രതീക്ഷയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലി. ഇത് ഇൻസുലേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്.
ഇനി ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ റീ അബ്സോർപ്ഷൻ, ഡൈലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റിലെ റീ അബ്സോർപ്ഷൻ നമുക്ക് ഈ പറയുന്ന മോയ്സ്ചർ എത്ര കയറിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതായത് മോയ്സ്ചറിന്റെ ഒരു ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണത്. അപ്പോ ആ മോയ്സ്ചർ ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഇതിൽ നിന്നാണ് റിവേഴ്സ് RVM എന്ന് പറയുന്ന മെഷർമെന്റ്, റിവേഴ്സ് വോൾട്ടേജ് മെഷർമെന്റ് നടത്തിയിട്ട് ഈ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ ഇൻസുലേഷനിൽ എത്ര മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത്. അത് ഈ ഒരു സെമിനാറിന്റെ ടോപ്പിക്കിന്റെ സ്കോപ്പിന് പുറത്തായതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. പക്ഷെ എന്തായാലും ആ യൂട്ടിലിറ്റിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡൈലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻസുലേഷൻ ടെസ്റ്റിംഗ്. ഈ നമ്മളുടെ സ്ലൈഡ് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്യാം. കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല, വന്നിട്ടില്ല. ഒന്ന് കൊടുത്തേക്ക്. ഓക്കെ, ഇപ്പോഴോ? മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്തിട്ടില്ല. വന്നു തോന്നുന്നു. ഒരു മിനിറ്റ്. എന്തൊരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇല്ല, ഹരി വന്നിട്ടില്ല. വന്നു. സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻസുലേഷൻ ടെസ്റ്റിംഗ്. ഇത് ജസ്റ്റ് നമ്പേഴ്സ് ആണ്. ഇത് പ്രസന്റേഷന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ റെഫർ ചെയ്യണമെങ്കിൽ ചെയ്യാം. KSEBിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് അല്ല, അത് നമ്മളുടെ സിസ്റ്റം ഓപ്പറേഷൻ സർക്കിളിൽ നിന്ന് തരുന്ന പ്രോട്ടോകോൾ ആണ് നമ്മൾ നോർമൽ കേസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസിക്കലി പ്രസന്റേഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ആരെയും കാണാതെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ ഐ വാസ് ലിറ്റിൽ നെർവസ് ഓൾസോ. കാരണം വളരെ ഹോണറബിൾ എഞ്ചിനീയേഴ്സിനാണ് കൂടെയാണ് ഞാൻ ഈ ഡിസ്കഷൻ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലിറ്റിൽ നെർവസ് ഇൻ ദി സ്റ്റാർട്ടിങ്. പിന്നീട് അത് സോൾവ് ആയി. അപ്പോൾ ഞാനൊരു 1-2 കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടുക്കിയില് മേജർ ആക്സിഡൻസിലെല്ലാം ഫെയിൽ ആവുന്നത് സർജി കപ്പാസിറ്റർ ആണ്. ഈ സർജി കപ്പാസിറ്റർ ഈ സെയിം ലെയർഡ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഏതെങ്കിലും ലെയർ ഫെയിൽ ആവുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിന് ഒടുവിലാണ് നമ്മൾ ഈ ഡൈലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റിലേക്ക് എത്തിപ്പെടുന്നത്. അത് എല്ലാവരുടെയും കമന്റ്സ്, ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കില് എല്ലാവരുടെയും കമന്റ്സ് ഒന്ന് അയക്കണം. അത് നമ്മളൊന്ന് ക്രോഡീകരിച്ചിട്ട് അത് ഈ ഡൈലക്ട്രിക് ഡിസ്ചാർജ് ടെസ്റ്റ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണെങ്കിൽ, പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും ഇതിൽ, മുന്നോട്ട് പോകാൻ പറ്റുന്ന സെറ്റപ്പ് ആണെങ്കിൽ നമ്മളുടെ അസോസിയേഷന്റെ പേരിൽ തന്നെ നമുക്കൊരു പ്രൊപ്പോസൽ ബോർഡിൽ കൊടുക്കാം. ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കണ്ടീഷൻ മോണിറ്ററിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് ഫോറത്തിന് കുറച്ചും കൂടെ ഒരു വിലയാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പ്രസന്റേഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. Thank you, Haridas sir. Thank you, sir. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. 9 മണി ആയിട്ടുണ്ട്. ഹലോ, അപ്പൊ നമുക്ക് നമ്മളുടെ 15ാമത്തെ വെബിനാർ ആയിരുന്നു ഇന്ന്. അപ്പൊ ഹരിദാസ് ഇൻസ്റ്റലേഷൻ ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് വളരെ നല്ലൊരു ക്ലാസ്സും എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തില് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഹരിദാസ് ഈ പെറ്റ് ടെസ്റ്റിംഗ് ആയതുകൊണ്ട് ഇൻസ്റ്റലേഷനിലൊക്കെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, വോൾട്ടേജ് കൊടുത്താൽ കറണ്ട് ഉണ്ടാവുമെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് പോളിംഗ് നടത്തിയത്, ഒരു പൾസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ രീതിയിൽ ടെസ്റ്റ് ചെയ്താണ് ഹരിദാസ് മുന്നോട്ട് പോയത്. കറണ്ട് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ട് മുന്നോട്ട് പോവാന്നുള്ള ഇതുകൊണ്ടാണ് ഹരിദാസ് ആ രീതിയിൽ ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ആ ടെസ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായത് കൊണ്ട് എല്ലാവരും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു, തുടക്കം തൊട്ട് അവസാനം വരെ. ഇപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞത് ആരും തന്നെ അറിഞ്ഞില്ല. അത്രയും വളരെ സ്പീഡില് എന്നാൽ കാര്യങ്ങൾ വളരെ നൈസായിട്ടും വളരെ നന്നായിട്ടും പ്രസന്റ് ചെയ്തു ഹരിദാസ്. എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് ഇനിയും തുടരേണ്ടി വരും. അപ്പൊ ഹരിദാസിന്റെ പ്രസന്റേഷൻ സ്റ്റൈല് വളരെ നല്ലതായിരുന്നു, എല്ലാവർക്കും വളരെ നന്നായിട്ട് മനസ്സിലായി. എന്ന് വെച്ചാല് റെസ്പോൺസ് കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്.
എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആയിട്ട് മാറി ഈ ഇൻസ്റ്റലേഷൻ ടെസ്റ്റിങ്. സംഭവം ഇൻസ്റ്റലേഷൻ ടെസ്റ്റിങ്ങും പറ്റുകാരുടെ ടെസ്റ്റിങ്ങും ഒക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. എല്ലാവരും അത് കേൾക്കുന്നുണ്ട്, വാല്യൂസ് കാണാറുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലെ കാര്യങ്ങൾ നമ്മൾ തിയറിറ്റിക്കലായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇന്ന് കുറേയും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അത് ഹരിദാസ് വഴിയൊരുക്കി തന്നു നമുക്ക്. അപ്പൊ അത് നമ്മുടെ വെബിനാറിനെ സംബന്ധിച്ച് ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും, നമുക്ക് ഇന്ന് 78 പേര് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അത്രയും ഇൻട്രസ്റ്റ് ഈ സബ്ജക്റ്റിനോട് കൂടി ആൾക്കാർക്കുണ്ട്. അപ്പൊ ഹരിദാസിന് ഞാൻ അസോസിയേഷന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയാണ്. ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുത്തതിനും വളരെയധികം എഫർട്ട് ഹരിദാസ് എടുത്തിട്ടുണ്ട് ഈ പ്രസന്റേഷൻ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഹരിദാസിനോട് പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് 78 പേര് അറ്റൻഡ് ചെയ്തു. അതും നമുക്ക് നല്ലൊരു സൂചനയാണ് കിട്ടുന്നത്. അപ്പൊ അതിലും ഞാൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. അതിൽ ഒരു കാര്യം കൂടി പ്രത്യേകം പറയണം. ഇന്ന് അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പേര് അറ്റൻഡ് ചെയ്തത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് യൂണിറ്റിൽ നിന്ന് 12 പേര് ഇന്നത്തെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോഴിക്കോട് യൂണിറ്റിന് പ്രത്യേകം അഭിനന്ദനമുണ്ട്. അതിന്റെ പിന്നാലെ നിൽക്കുന്നത് തൃശ്ശൂർ യൂണിറ്റ് ആണ്, 10 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ യൂണിറ്റിൽ നിന്നും ആൾക്കാർ ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യം കാണിച്ച എല്ലാ യൂണിറ്റിനും പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ജോബ് സർ. താങ്ക് യു ഹരിദാസ്. അടുത്ത സെഷൻ ഈസ് ഓൺ കമ്മിങ് വെനസ്ഡേ, സെയിം ടൈം 7:30. അപ്പൊ എല്ലാവരും അസോസിയേഷന്റെ, എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ വെബ് പോർട്ടലിൽ ഈ അടുത്ത സെഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. അതിന്റെ അടുത്ത സെഷൻ കമ്മിങ് സൺഡേ ആണ്. അപ്പൊ എല്ലാവരും ലിങ്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് സെഷൻ ഫീഡ്ബാക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഹരിദാസ്, ക്യാൻ യു ഷെയർ യുവർ ഇമെയിൽ ID? ഹരിദാസ്, ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് ഹരിദാസിന് മെയിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ KCBEA@gmail.com. ഹരിദാസ് ഒരു ഇമെയിൽ ID കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഇമെയിൽ ID ഷെയർ ചെയ്യാം. ആൻഡ് അഗൈൻ വിൽ ബി ഷെയറിംഗ് ദ ഇടുന്നുണ്ട്. ഷെയർ ചെയ്യും. ഹരിദാസ് 80. ഓക്കെ, താങ്ക് യു. ഫോൺ നമ്പറും വേണമെങ്കിൽ ഷെയർ ചെയ്തോളൂ ഹരിദാസ്, if you don't mind. Again, once again, a big thanks to KCB Engineers Association. ഇതുപോലൊരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എഫേർട്ട് എടുക്കുന്ന അസോസിയേഷൻ ഭാരവാഹികൾക്കും വലിയ താങ്ക്സ്. താങ്ക് യു ഹരിദാസ്. അടുത്ത സെഷനിൽ കാണാം. കാരണം നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പകല് നമ്മൾ വേറൊരു മോക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കി പോളിംഗ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം ഹെൽപ്പ് ചെയ്തതിന് ഐ എം ന്യൂ ടു വെബെക്സ്. പക്ഷെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി നന്നായി ഹോസ്റ്റ് ചെയ്തു ഷൈൻ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എവരിവൺ. മീറ്റിംഗ് ക്ലോസ് ചെയ്യണം. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. കുര്യാക്കോ സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? കുര്യാക്കോ സാർ? ഇല്ല ഷൈൻ, ഞാൻ I was trying to get the number of Haridas. പിന്നെ വിളിക്കാൻ. Hope you got it. 9496825703. I think എന്തോ സംഭവിച്ചിട്ടുണ്ട്. I think that screen is missing. ഇനി പിന്നെ ഷൈൻ എനിക്ക് പിന്നീട് ഇത് ചെയ്താൽ ഷെയർ ചെയ്താൽ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു.